ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. മനം തകർന്നു കരുളുമവൻ, കൃപയുടെ പരിചരണം. ധനം സുഖം സന്തോഷമെല്ലാം നമുക്കുതൻ തിരുചരണം. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ, ദേവനു പാടിടുവിൻ. സ്തുതിയുജീവൻ മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നിലയിൽ നമുക്കൊരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു അവസരം നൽകി തന്നു. ആ കൃപയോർത്ത് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. നമ്മുടെ മീറ്റിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ട് PG ജെയിംസ് ചാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇങ്ങനെയൊരു സമ്മേളനം ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചു. ഈ സമ്മേളനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവസാന്നിധ്യവും ദൈവകൃപയും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. കർത്താവിന്റെ വിലയിരുദാസൻ TG മാത്യു കോന്നി പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഹത്വമുള്ള ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങളെ സ്നേഹിച്ചു, അവിടുത്തെ മക്കളാക്കി തീർത്തു. കാലാകാലങ്ങളായിട്ട് വലിയ നന്മ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഓർത്തതുപോലെ ബാലസംഘം പത്തനംതിട്ട സെന്റർ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക മീറ്റിങ്ങിനെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചു. അതിനോടനുബന്ധിച്ച് ഇന്ന് ഇങ്ങനെ കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഈ ദിവസത്തെ അവിടുന്ന് നൽകി തന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവെ, എല്ലാ നിലയിലും കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്ന് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ അവരെ പഠിക്കുവാനും നല്ല മാർക്ക് വാങ്ങിക്കുവാനും ഒക്കെയും സഹായിച്ചു. അവരെ ആദരിക്കുന്നതിനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇങ്ങനെ ഒരു യോഗം കൂടുവാൻ തക്കവണ്ണം കർത്താവെ ഇതിന്റെ സംഘാടകരെയും ചുറ്റുപാടുമുള്ള സ്ഥലസഭകളുടെ ക്രമീകരണത്തിലും ഇങ്ങനെ അവിടുന്ന് സഹായിച്ചു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കർത്താവെ വചന ഘോഷണം നടത്തുന്ന അവിടുത്തെ കർത്തദാസന്മാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വയ്ക്കുന്നു. പ്രത്യേകിച്ച് ജോലി സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചാണ്ടപ്പുള്ള സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് അവർ ചെയ്യുന്നതായ ഈ ശുശ്രൂഷകൾ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ അവരുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായ നിലയിൽ ജീവിപ്പാൻ തക്കവണ്ണം വേണ്ട ആലോചന ഇന്നും അവിടുന്ന് തന്റെ ദാസന്മാരിൽ കൂടെ നൽകിത്തന്ന് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ മധ്യത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ ഞങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. ആ നിലയിൽ കർത്താവെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ ആലോചന കർത്താവെ അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ വേണ്ട ദൈവകൃപ ഓരോ ദിവസവും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച് വഴിയാത്രയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരുമിച്ച് സമ്മേളിച്ച് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹമാക്കി തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തരണമേ. ഇതിനെ ചുമൽ കൊടുക്കുന്ന നിന്റെ അവിടുത്തെ അവിടുത്തെ ആലോചനയാലും അവിടുത്തെ ജ്ഞാനത്താലും കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കും. ആത്മാവിന്റെ വ്യാപാര ശക്തിയിൽ ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും കടന്നു വന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് അനുഗ്രഹമായി തീർന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മഹത്വം അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതാണ്. ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. അറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക് ചേർന്ന് പാടാം. അർഹിക്കാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയ കർത്താവിനെ നമുക്ക് ഇന്ന് രാവിലെ പാടി സ്തുതിക്കാം. എനിക്കേകിടും ദയാനിധി അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടി
ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും വരങ്ങൾ ചൊരികയല്ലേ. വരും കാലമൊക്കെയും വരങ്ങൾ ചൊരികയല്ലേ. നമ്മയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പരീക്ഷ എഴുതി വിജയിച്ച കുഞ്ഞുങ്ങൾ ഇവിടെ ഫോം തന്നിട്ടുള്ള എല്ലാവരും ഇവിടെ വന്നിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആരെങ്കിലും ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ മുമ്പിലേക്ക് അവർക്ക് ക്രമീകരിച്ചിരിക്കുന്ന കസേരയിൽ വന്നിരിക്കണം. ആരെങ്കിലും ഉണ്ടോ? പ്ലീസ്. പുറകിലിരിക്കുന്ന സഹോദരിമാര് ദയവായി മുന്നോട്ടൊന്ന് കയറി വന്നിരിക്കുന്നു. ദയവായി ഒന്ന് എഴുന്നേറ്റിട്ട് പുറകിരിക്കുന്ന സഹോദരിമാർ ഇപ്പോൾ ബഹുമാനപ്പെട്ട എം ടി ജോർജ് സാറ് പ്രാർത്ഥിച്ച് തുടർന്നുള്ള വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ജോർജ് സാറിനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളു. ഈ അനുഗ്രഹീതമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്കും ഒരവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ബാലസംഘം വേർപെട്ട ജനങ്ങളുടെ മധ്യത്തിൽ നടത്തുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ നാളുകളിൽ നടത്തുവാനായിട്ട് ചുമതലപ്പെട്ടവരെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിൻ്റെ ആധികാരികമായ ആശ്രയം എന്ന് പറയുന്നത് തിരുവെഴുത്താണ്. തിരുവെഴുത്ത് അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നവരും അംഗീകരിക്കുന്നവരും അത് പിൻപറ്റുന്നവരും എന്നുള്ള നിലയിൽ ലോക ക്രൈസ്തവ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വേർപെട്ട ദൈവജനങ്ങൾക്ക് ഉള്ള പങ്ക് വളരെ വലുതാണ്. ഞാനൊരു വേർപാടുകാരനാണ് എന്ന് പറയുന്നതിൽ നമുക്ക് തികച്ചും അഭിമാനിക്കുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം നാം മാത്രമാണ് യഥാർത്ഥമായി ദൈവവചനത്തെ പിൻപറ്റുന്നത് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളും ആ വഴിയെ വളർന്നു വരുവാനായിട്ട് ബാലസംഘം വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിന് പ്രഗത്ഭരായ ലീഡേഴ്സിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ ഹൃദയമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിൽ ഇത്രയും പേർക്ക് അവിടുത്തെ സന്നിധിയിലടുത്ത് വരുവാൻ അവിടുന്ന് സഹായിച്ചുവല്ലോ. തുടർന്നും വന്നുചേരേണ്ട പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. അവരും ക്ഷേമമായി വന്നുചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം വഴിയാത്രയിൽ അവരെ സഹായിക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ അനേക നാളുകളായി
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ കർത്താവായ യേശുക്രിസ്തുവായി സ്വീകരിച്ച് ദൈവവചനത്തിന് അനുസരണമായിട്ട് നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോകുന്ന ജനങ്ങൾക്ക് അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ്. ഞങ്ങൾക്ക് അനുഗ്രഹീതരായ ദൈവദാസന്മാരെ അവിടെ നൽകിയിട്ടുണ്ട്. പ്രഗത്ഭരായ അധ്യാപകരെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഉപദേഷ്ടാക്കന്മാരെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവരെല്ലാം കർത്താവെ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവരെവിടെയായിട്ട് അവിടെ നിലനിർത്തുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക ഈ പട്ടണത്തിന്റെ ചുറ്റുപാടുമുള്ള ചെറിയ സഭകളിലൊക്കെ ആ നിലയിൽ കർത്താവിനെ ആദരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് എന്നുള്ളത് കണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കർത്താവിനെ ആശ്രയിക്കുന്നവരും കർത്താവിൽ വിശ്വസിക്കുന്നവരുമാണ് എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലോചനയും ബുദ്ധിയും കഴിവും ഒക്കെ അവിടുന്ന് സമ്മാനിച്ചു. അങ്ങനെ പരീക്ഷകളിൽ നല്ല വിജയം വരിച്ച പ്രിയപ്പെട്ടവരെ ആദരിക്കുവാൻ, അവരെ അംഗീകരിച്ച് നിനക്ക് സ്തോത്രം പറയുവാൻ, അവരുടെ മാതാപിതാക്കന്മാരിൽ കൂടെയും നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്ത് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകാൽ കർത്താവെ, ഇന്ന് ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന പ്രിയ ജോർജ് ഘോഷിക്ക് വേണ്ടിയും ചാണ്ടപ്പിള്ള സഹോദരന് വേണ്ടിയും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക വരദാനങ്ങളെ ഓർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ കർത്താവെ തല ഉയർത്തി നിന്നുകൊണ്ട് അവിടുത്തെ വചനം സംസാരിക്കുവാൻ നിന്റെ മക്കളെ അധികാരപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാലും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ തൃക്കരങ്ങൾ പരമേൽപ്പിക്കുന്നു. തിരുനാമം എല്ലാറ്റിലും മഹത്വപ്പെടുത്തണമേ. നിന്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നുള്ള നിലയിൽ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ദാസന്മാരെടുത്ത് ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെ അവിടെ ഓർക്കണം. അവർക്കും കൊടുത്ത ദൈവ ആശ്രയത്തിനും കൃപകൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം. അധ്യക്ഷം വഹിക്കുന്ന നിന്റെ ദാസനെ സഹായിക്കണം. മറ്റ് ഓരോ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും അവിടുന്ന് പ്രത്യേകം ആദരിക്കണം. തിരുനാമം എല്ലാറ്റിലും മഹത്വപ്പെടുത്തണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്വാഗതം അറിയിക്കേണ്ടതിനായി SBS പത്തനംതിട്ട സെൻട്രൽ സെക്രട്ടറി ഷോജി ജോർജിനെ ക്ഷണിച്ചോളും. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നിലയിൽ ഈ പ്രോഗ്രാം ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കരുപോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അനേക വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു മീറ്റിംഗ് വീണ്ടും ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 10-20 വർഷത്തിനു മുൻപെയാണ് ഇങ്ങനെ ഒരു അവാർഡ് ദാന സമ്മേളനം കോന്നി സഭയിൽ വെച്ച് നടന്നത്. അന്ന് ഞാൻ പഠിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ സഭയിലുള്ള ഒരു വ്യക്തിയാണ് സമ്മാനം വാങ്ങിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഓർമ്മ വന്നത്. അതിനുശേഷം ഒരു അവാർഡ് ദാന സമ്മേളനം നടത്തുവാൻ ഇടയായിട്ടില്ല. ഈ വർഷം സഹോദരന്മാരാലോചിക്കുകയും ആ കാര്യങ്ങൾ ഇത്രത്തോളം ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആ കൃപയോർത്ത് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. സ്വാഗതം പറയുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് സർവകൃപാലുവായ ദൈവത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കട്ടെ. കാരണം ഇന്നലെയൊക്കെയും വളരെ മഴയുടെ പ്രതികൂലങ്ങൾ പ്രയാസങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവമക്കള് പ്രത്യേകം പ്രാർത്ഥിച്ചു. ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യത്തെ നമ്മൾക്ക് ഒരുക്കിത്തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഇന്ന് നമ്മുടെ അധ്യക്ഷനായിട്ട് P.G. ജെയിംസ് ചാനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെയൊക്കെ ആണെങ്കിൽ വളരെ പ്രയാസത്താല് ഹോസ്പിറ്റലിലായിരുന്നു, കിടക്കയിലായിരുന്നു. ഇന്ന് കടന്നു വരുവാൻ സാധിക്കയില്ല എന്ന് തീർത്തും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളത്. എന്നാൽ ഇന്ന് രാവിലെ ഒരു പ്രയാസവുമില്ലാതെ ഇത്രത്തോളം ആരോഗ്യത്തോടുകൂടി കടന്നു വരുവാനും ഈ അധ്യക്ഷ പദവിയിൽ ഇരിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആ കൃപയോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നും ജെയിംസ് ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകം ഈ മീറ്റിംഗിലേക്ക് ജെയിംസ് ചാനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ മെയിൻ ലീഡേഴ്സായിട്ട് ആരെ വിളിക്കണം എന്ന് ചിന്തിക്കുകയും അത്
ജോർജ് കൊച്ചാനെയും അതുപോലെ ചാണ്ടപ്പിളച്ചാനെയും വിളിക്കുകയും അവർ തക്ക സമയത്ത് തന്നെ രാവിലെ തന്നെ കടന്നു വരികയും ഈ മീറ്റിങ്ങിൽ ഉണ്ട്. അവരെ പ്രത്യേക ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവരുള്ള പ്രത്യേക അവരെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ കടന്നു വന്നിരിക്കുന്ന ബാലസംഘ പ്രവർത്തകര്, മാതാപിതാക്കള്, അതുപോലെ സഭാപ്രതിനിധികളായിട്ട് കുഞ്ഞുങ്ങള്, മാതാപിതാക്കള് എല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒരു വാക്കിൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അവാർഡ് ദാന ശുശ്രൂഷയോടനുബന്ധിച്ച് 2 അനുഗ്രഹീതങ്ങളായ സന്ദേശങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാന്യ സഹോദരൻ ജോർജ് കോശിയും കർത്താവിന്റെ ദാസൻ ചാണ്ടപ്പള്ള ഫിലിപ്പ് സഹോദരനുമാണ് ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. ആദ്യത്തെ ക്ലാസ് മോട്ടിവേഷൻ മെസ്സേജ് എന്നുള്ള നിലയിൽ നമുക്കേവർക്കും വളരെ പ്രിയങ്കരനായ സഹോദരൻ ജോർജ് കോശി നിർവഹിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചുകൊള്ളും. ജോർജ് കോശിനെ ക്ലാസ് എടുക്കുന്നതിനുള്ള സൗകര്യത്തിനായി എല്ലാവരും ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു. ദയവായി ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സഹോദരന്മാരും സഹോദരിമാരും ഒന്ന് മുമ്പോട്ട് ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചാട്ട് പ്ലീസ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വന്നവർ ദയവായി സഹോദരിമാരോട് ഒന്നുകൂടെ ഒന്ന് സഹകരിക്കണം ദയവായി. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. 10-12 ക്ലാസ്സുകളിൽ മികച്ച വിജയം നേടി ജീവിതത്തിന്റെ അടുത്ത പടവുകളിലേക്ക് പദമൂന്നുവാൻ തുനിയുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കന്മാർ, സുവിശേഷൻ ബാലസംഘത്തിന്റെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ വേറിട്ട ഒരു സമ്മേളനമാണ്, ഒരു ഒത്തുചേരലാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തകരായ സഹോദരന്മാർ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. പല അവസരങ്ങളിൽ അവരെ പലരെയും വിളിച്ചപ്പോൾ ഇതിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി അവർ ഓടി നടക്കുകയായിരുന്നു. ഈ പ്രവർത്തനത്തിന് പിന്നിലുള്ള പ്രിയപ്പെട്ടവരെ 2 കാരണങ്ങൾ കൊണ്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഷോജി ഇവിടെ പറയുന്നതിന് മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നത് ഇത്തരം ഒരു പ്രവർത്തനം ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നാണ്. ആദ്യമായിട്ടല്ല എങ്കിൽ പോലും ഒരു ദീർഘകാല വിളംബത്തിന് ശേഷമാണ് നടക്കുന്നത്. ഒരു 60-70 വർഷമായിട്ട് നമുക്ക് ബാലസംഘത്തിൻ്റെതായിട്ടുള്ളൊരു പ്രവർത്തന രീതിയുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി വേറിട്ട് ചിന്തിക്കുവാൻ നമുക്ക് പലപ്പോഴും വിമുഖതയുണ്ട്. എന്നാൽ ഇതിന്റെ പ്രവർത്തകർ ഇങ്ങനെയുള്ള നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിക്കാനും പുതിയ പ്രവർത്തന ശൈലി, സന്ദേശങ്ങൾക്ക് മാറ്റം വരുത്താതെ പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തുവാനും തുനിഞ്ഞതിൽ ഞാൻ പ്രിയപ്പെട്ടവരെ അഭിനന്ദിക്കുന്നു. രണ്ടാമത് അഭിനന്ദനത്തിന് കാരണമായ ഒരു കാര്യം, മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് കഴിവുള്ളവരെ അംഗീകരിക്കാൻ യോഗ്യതയുള്ളവരെ അവരെ ആദരിക്കുക. അതിൽ യാതൊരു താല്പര്യവുമില്ലാത്തൊരു സമൂഹമാണ് മലയാളികൾ. വളരെ വിമുഖതയുണ്ട്, അല്ലേ? ഒന്നോർത്ത് നോക്കിയേ, വെരി ഗുഡ്, വെൽ ഡൺ എന്ന് നമ്മളോട് ആരെങ്കിലും അവസാനമായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും അവസാനമായിട്ട് പറഞ്ഞത് എന്നായിരുന്നു. നിങ്ങൾ ചെയ്ത ഒരു നല്ല കാര്യമാണ്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അടുത്ത കാലത്തെങ്കിലും ആരും പറഞ്ഞായിട്ട് തോന്നില്ല. ഒരുപക്ഷെ ഞാൻ അങ്ങനെ അഭിനന്ദിക്കാനും കൊള്ളാവുന്ന കാര്യമൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. ആരോടെങ്കിലും നമ്മൾ പറയാറുണ്ടോ? മലയാളി സമൂഹത്തിന് ഈ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. മറ്റുള്ളവരെ മുകളിലോട്ട് പോകാൻ, അവരെ അഭിനന്ദിക്കുവാൻ, അർഹതയുള്ളവരെ ആദരിക്കുവാൻ വളരെ വിമുഖതയുള്ളൊരു സമൂഹമാണ് നമ്മളുടേത് പൊതുവെ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ചടങ്ങ് ഇത്രയും കുഞ്ഞുങ്ങളെ അവരുടെ അച്ചീവ്മെന്റിൽ പ്രോത്സാഹിപ്പിക്കാൻ തുനിഞ്ഞതിൽ ബാലസംഘത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസിന്റെ ശീർഷകമായിട്ട് പ്രിയ സഹോദരൻ ജെയിംസ് ഓർപ്പിച്ചത് മോട്ടിവേഷണൽ ക്ലാസ് എന്നാണ്. എന്ന് വെച്ചാൽ ഉത്തേജിപ്പിക്കുന്ന ഒരു ക്ലാസ്. സത്യത്തിൽ ഉത്തേജനം നൽകേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഉത്തേജനം നൽകേണ്ട ആർക്കാ?
തളർന്ന് അവശരായിട്ട് ക്ഷീണിച്ച് മടുത്ത് ഇരിക്കുന്നവർക്കാണ് ഉത്തേജനം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഈ കൊച്ചു കൂട്ടുകാർ, ഇവർ വളരെ ഊർജ്ജസ്വലതയോടെ ഉന്മേഷത്തോടെ മിടുക്കരായിട്ട് ആവേശത്തോടെ കുതിച്ച് പാഞ്ഞ് നല്ല വിജയം നേടിയവരാണ്. അവരിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും എനിക്കുമൊക്കെ ആയിരിക്കാം മോട്ടിവേഷൻ കിട്ടേണ്ടത്. എങ്കിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് 40 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ആ സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ ഒരു ശീർഷകമായിട്ട് ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നത് ഹൗ യു ക്യാൻ ബിക്കം എ ബെറ്റർ പേഴ്സൺ. നിങ്ങൾക്ക് ഇന്ന് ആയിരിക്കുന്നതിനേക്കാൾ ഒരു മെച്ചപ്പെട്ട വ്യക്തിയായി തീരാൻ കഴിയുന്നത് എങ്ങനെ? ഇതൊരു ബൈബിൾ ക്ലാസ് അല്ല എന്നാദ്യമേ ഞാൻ ഉറപ്പിക്കട്ടെ. എങ്കിലും വേദപുസ്തകത്തിലെ സത്യങ്ങളുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മാത്രമുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഹൗ യു ക്യാൻ ബി എ ബെറ്റർ പേഴ്സൺ. നിങ്ങൾക്ക് എങ്ങനെ ഒരു മെച്ചപ്പെട്ട വ്യക്തിയാകാൻ സാധിക്കും? വേറൊരു നിലയിൽ പറഞ്ഞാൽ ഹൗ യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ മെച്ചപ്പെടുത്താം? തലക്കെട്ട് മനസ്സിലായല്ലോ? ഓക്കെ. നമ്മൾ ഇന്നായിരിക്കുന്നതിനേക്കാൾ ഒരു പടിയുടെ മുകളിലത്തെ പടിയിലേക്ക് എങ്ങനെ പോകാൻ കഴിയും? ഹൗ യു ക്യാൻ ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി, അതാണ് ചോദ്യം. പക്ഷെ ആദ്യം തന്നെ ഞാൻ മറുപടി പറയട്ടെ. യു ജസ്റ്റ് കനോട്ട് ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. എന്താ ഞാൻ പറഞ്ഞേ? നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അയ്യോ, എന്നാ പിന്നെ എന്തിനാ ക്ലാസ് എടുക്കുന്നേ? അത് ഞാൻ വിശദീകരിക്കാം. ലോകത്തിൽ ഒരു മനുഷ്യർക്കും അവനവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ദൈവം നമുക്കൊരു പേഴ്സണാലിറ്റി തന്നിട്ടുണ്ട്, നമുക്കൊരു വ്യക്തിത്വം നൽകിയിട്ടുണ്ട്. അത് വിശദമായിട്ട് നാം ചിന്തിക്കാൻ പോവുകയാണ്. ആ ദൈവദത്തമായ ആ പേഴ്സണാലിറ്റി വീർപ്പിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് അറിയാമോ? യു ക്യാൻ അൺഫോൾഡ് ദ റിയൽ പേഴ്സണാലിറ്റി ഇൻ യു. അൺഫോൾഡിംഗ് ദ റിയൽ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവദത്തമായ കഴിവുകളെ, താലന്തുകളെ, അതിമനോഹരമായ വ്യക്തിത്വങ്ങളെ തട്ടി ഉണർത്താൻ നമുക്ക് കഴിയും. ഇന്ന് അനേകർക്കും സംഭവിക്കുന്നത്, ദൈവം നല്ല കഴിവുകളും താലന്തുകളും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്, നല്ല വ്യക്തിത്വങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ഉറങ്ങിക്കിടക്കുകയാണ്. അന്ത്യശ്വാസം വലിക്കുന്നവരെ പലർക്കും അതിന്റെ ഒരു 10 പോലും പ്രവർത്തിക്കാൻ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. ഒരു വജ്രം അല്ലെങ്കിൽ ഒരു സ്വർണ്ണക്കട്ടി ഒരു പറമ്പിൽ കിടക്കുകയാണെന്ന് കരുതുക. മണ്ണെല്ലാം മൂടി, കരിയിലെല്ലാം മൂടി, ചെലന്തി വലയൊക്കെ ആയിട്ട് അവിടെ കിടക്കുകയാണ്. സ്വർണ്ണക്കട്ടിയാണോ? ആണോ? സ്വർണ്ണക്കട്ടിയാണ്. രത്നമാണോ? രത്നമാണ്. വളരെ വിലപിടിപ്പുള്ളതാണ്. പക്ഷേ അതാർക്കെങ്കിലും പ്രയോജനമുണ്ടോ? അത് മാറാല പിടിച്ച്, പൊടി പിടിച്ച്, ചെളി പിടിച്ച് പറമ്പിൽ കിടക്കുകയാണ്. നമുക്ക് ചെയ്യാവുന്ന എന്താ? ഈ സ്വർണ്ണക്കട്ടി അവിടെ നിന്നും എടുത്തുകൊണ്ട് വന്ന് വി ക്യാൻ അൺഫോൾഡ് ദ ഗോൾഡൻ പീസ്, അല്ലെ? അല്ലെങ്കിൽ ആ ശരിയായ സ്വർണ്ണക്കട്ടി തുടച്ച് പൊടിയൊക്കെ മാറ്റി വൃത്തിയാക്കി മറ്റുള്ളവരുടെ മുന്നിൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ, സ്പാർക്കിൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവദത്തമായ കഴിവുകളെ, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ആ താലന്തുകളെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക. അതാണ് നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നത്. അതിനുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങൾ നാം അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അത് 4 ചിന്തിക്കുവാൻ നമുക്ക് സമയമില്ല. അതിലൊരു വിഷയം മാത്രമേ നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, ക്രിയേറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു ക്രിയാത്മകമായ മനോഭാവം വളർത്തുക. 2, നമ്മുടെ ആശയവിനിമയത്തിനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുക. 3, ചിന്തിക്കുവാനുള്ള ആ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുക. 4, ടൈം മാനേജ്മെന്റ്, സമയം വിദഗ്ധമായ നിലയിൽ ഉപയോഗിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മളുടെ വ്യക്തിത്വത്തെ അൺഫോൾഡ് ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഈ 4 കാര്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇത് 4 നാം ചിന്തിക്കുന്നില്ല. നേരത്തെ ഓർപ്പിച്ച പോലെ ഒന്നാമത്തെ കാര്യം മാത്രം അല്പസമയം കൊണ്ട് നാം ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ വേഗത്തിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. വാട്ട് ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? എന്താണ് ക്രിയാത്മക മനോഭാവം എന്ന് പറയുന്നത്? ക്രിയാത്മക മനോഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരിക്കലൊരു ഉത്സവ പറമ്പിൽ ഒരു സ്ത്രീ ബലൂൺ വിൽക്കുകയായിരുന്നു. ഓക്കെ, പല നിറത്തിലുള്ള ബലൂണുകൾ അവരിങ്ങനെ പറപ്പിക്കുന്നുണ്ട്. അവര് ബലൂണിൽ വായു നിറച്ച് അതിങ്ങനെ മുകളിലോട്ട് പറപ്പിക്കും. അതിൻ്റെ അറ്റത്ത് നൂലൊക്കെ കെട്ടിയിട്ടുണ്ട്. ചുവന്ന, പച്ച, മഞ്ഞ, നീല, പല നിറത്തിലുള്ള ബലൂണുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടി അടുത്തേക്ക് വന്ന് ആ ബലൂൺ വിൽക്കുന്ന ആ സ്ത്രീയോട് ചോദിച്ചു, ചേച്ചി, കറുത്ത ബലൂൺ പറപ്പിച്ചാൽ പറക്കില്ലേ? എന്താ ചോദ്യം? കറുത്ത ബലൂൺ പറപ്പിച്ചാൽ പറക്കില്ലേ? പറന്നു പോയില്ലേ? മുകളിലോട്ട് വരത്തില്ലേ?
ശരിയല്ലേ? കറുത്ത ബലൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊതുവെ നമ്മൾ കറുത്ത ബലൂൺ അധികം കണ്ടിട്ടില്ല. പച്ച, മഞ്ഞ, നീല അല്ലെങ്കിൽ പല നിറത്തിലുള്ള എല്ലാം ചേർന്ന് കാണും. എന്നാൽ കറുത്ത നിറത്തിലുള്ള ബലൂൺ പൊതുവെ കാണാറില്ല. അപ്പോൾ കുട്ടിയുടെ ചോദ്യം, കറുത്ത ബലൂൺ പറപ്പിച്ചാൽ പറക്കില്ലേ? എന്താ ആ പുള്ളിക്കാരി പറഞ്ഞെന്നറിയാം, ആ സ്ത്രീ പറഞ്ഞത്, അവർ സാധാരണക്കാരി സ്ത്രീയാണ്, പക്ഷേ അവർ പറഞ്ഞ, ഐ വുഡ് സേ ദാറ്റ് വാസ് എ വെരി പ്രൊഫൗണ്ട് സ്റ്റേറ്റ്മെന്റ്. വളരെ ശ്രദ്ധേയമായൊരു വാചകമാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത്, കുഞ്ഞെ, ഈ ബലൂണിന്റെ നിറമോ അതിന്റെ ആകൃതിയോ വലിപ്പമോ ഒന്നുമല്ല ഇത് മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത്. ആണോ? അല്ല. പിന്നെന്താ? there is something in it. അതിന്റെ ഉള്ളിലുണ്ട് ഒരു ഘടകം. എന്താ അതിന്റെ ഉള്ളിലുള്ളത്? വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള വാതകം, അല്ലെ? ഗ്യാസ് അതിന്റെ ഉള്ളിലുണ്ട്. അപ്പോ അതിന്റെ ഉള്ളിലുള്ള ഒരു ഘടകമുണ്ട്. അതാണിത് മുകളിലോട്ട് പോകണോ താഴോട്ട് വരണോ എന്ന് തീരുമാനിക്കുന്നത്. ബലൂണിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കാര്യത്തിലും നമ്മൾ ജീവിതത്തിൽ മുകളിലോട്ട് ഉയരണോ താഴോട്ട് കൂപ്പുകുത്തണോ കുതിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ നിറമോ തൊലിയുടെ നിറമോ വണ്ണമോ നീളമോ അല്ലെ മുടിയുടെ എണ്ണമോ അളവോ ഒന്നുമല്ല, അല്ലെങ്കിൽ കഴിവുകളോ ഒന്നുമല്ല. പിന്നെന്താ? there is something in us. നമ്മുടെ ഉള്ളിൽ ഒന്നുണ്ട്. അതാണ് ദൈവദത്തമായ ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിന്റെ ഘടന അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത്. എങ്ങനെ ആ ദൈവികമായ വ്യക്തിത്വത്തെ മൂർച്ച കൂട്ടാം, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ വിഷയം ഒന്ന് ചിന്തിക്കാം. വാട്ട് ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നല്ലെങ്കിൽ ക്രിയാത്മക മനോഭാവം എന്ന് പറഞ്ഞാൽ? സീയിങ് ഗുഡ്നസ് ഇൻ ഓൾ പീപ്പിൾ ആൻഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ വ്യക്തിയിലും എല്ലാ സാഹചര്യങ്ങളിലും നന്മ കണ്ടെത്താൻ കഴിയുക. ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ, ഒരാളിനെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് പൊതുവെ നമുക്കുള്ളത്. എന്നാൽ എല്ലാ വ്യക്തികളും നന്മയുണ്ട് എന്നാ മറക്കരുത്. ലൊക്കേറ്റിംഗ് ദ പാത്ത് ഓഫ് സക്സസ് ഇൻ ഡിസ്ട്രസ്. നിരാശാപൂർണമായ പ്രശ്നസങ്കീർണമായ ജീവിത സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം. ഒരുപക്ഷെ പരാജയമാവാം, ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ രോഗമാകാം, ദുഃഖമാകാം, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടമാവാം. അങ്ങനെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. എന്നാൽ അതിന്റെ ഇടയിലും പ്രകാശത്തിന്റെ വെള്ളിരേഖകളുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഫൈൻഡിങ് ഔട്ട് ദ റെയിൻബോ ഇൻ ദ ഡാർക്ക് ക്ലൗഡ്സ്. അന്ധകാരാവൃതമായ കാർമേഘാവൃതമായ ആകാശത്ത് മഴവില്ല് കണ്ടെത്തുക. ഉണ്ടോ? ആകാശത്തുണ്ട് മഴവില്ല്. അത് നമ്മൾ ചിലപ്പോൾ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ എപ്പോഴും മഴവില്ലുണ്ട്. കാർമേഘത്തിലാണ് നമ്മുടെ കണ്ണ് കൂടുതലും പരതി നിൽക്കുന്നത്. അതാണ് പ്രശ്നം. ആൻഡ് ഫേസിങ് എവറിത്തിങ് വിത്ത് എ സ്മൈൽ. എല്ലാത്തിനെയും സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ. നമ്മൾ ആരാധനയോഗത്തിന് വന്നിരിക്കുമ്പോഴും നമ്മുടെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? റാ പോലെ ആയിരിക്കും നമ്മുടെ വായയുടെ ഒരു കാർട്ടൂൺ ചിത്രം വരച്ചത്, അല്ലേ? എന്തോ കുഴപ്പത്തിൽ വന്നിരുന്ന പോലെ. ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നല്ല കാര്യത്തിലല്ലേ വന്നേ? നമ്മൾ എത്ര പേരുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, ചിരിയുണ്ട്, ഇല്ലേ? വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ചിരിക്കാൻ. എപ്പോഴും വെറുതെ പല്ല് കാണിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കിയത്. എന്നാൽ മനസ്സിന്റെ ഒരു കണ്ണാടിയാണല്ലോ മുഖം. അപ്പൊ ആ മുഖത്ത് ആ സന്തോഷം, ഏറ്റവും അധികം സന്തോഷിക്കേണ്ട വ്യക്തികളാണ് ദൈവമക്കളായ നമ്മൾ. അത് നമ്മുടെ മുഖത്ത് തെളിയാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം അവിടെ ഇരിക്കുന്ന ആ വെള്ളത്തിന്റെ അടുത്ത് ചെന്ന് രണ്ടുപേരെ നിർത്തിയിട്ട് അവരോട് ചോദിച്ചു, എന്താ ഇതിന്റെ ഉള്ളിലുള്ളത്, അല്ലെ എങ്ങനെ, ഇതിനെക്കുറിച്ചൊരു കമന്റ് പറയാൻ പറഞ്ഞു. അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഒരാൾ പറഞ്ഞ കമന്റ്, ഹാഫ് ഫുൾ, ഓസം. എന്താ? പകുതി വെള്ളമുണ്ട്, കൊള്ളാം എന്നാ പറഞ്ഞു. ശരിയാണോ? ആള് പറഞ്ഞു ശരിയാണോ? ആള് പറഞ്ഞു ശരിയാണോ? പകുതി വെള്ളമുണ്ട്, ശരിയാണോ? ശരിയാണ്. അടുത്ത ആളെന്ന് പറഞ്ഞേ, ഹാഫ് എംപ്റ്റി, പകുതി വെള്ളമേ ഉള്ളൂ, അല്ലെങ്കിൽ പകുതി കാലിയാണ്. രണ്ടുപേരും പറഞ്ഞത് ശരിയാ, ആണോ? എന്നാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾ പറയും, ഇറ്റ് ഈസ് ഹാഫ് ഫുൾ, പകുതി വെള്ളമുണ്ട്, ഉള്ളതിനെയാണ് അവർ കാണുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരോ ഹാഫ് എംപ്റ്റി. ഇത്രയും പബ്ലിസിറ്റി അനൗൺസ്മെന്റ് കൊടുത്തിട്ട് ഇത്രയും പേരെ വന്നുള്ളല്ലോ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇത്രയും പ്രിയപ്പെട്ടവർ വന്നല്ലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? കാര്യം പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി ബൈബിളിലെ ഒരു ഉദാഹരണം കൂടെ ഞാൻ കാണിക്കും. ദാവീദും ഗോലിയാത്തും. ഭീമാകാരനായ ഗോലിയാത്ത് രംഗപ്രവേശനം ചെയ്തു. അവിടെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് പല ആൾക്കാര്, ഇൻക്ലൂഡിംഗ് നമ്മുടെ ദാവീദിന്റെ കുഞ്ഞ് ദാവീദിന്റെ ചേട്ടന്മാരെല്ലാം അവിടെ ഉണ്ട്, എലയാസർ മറ്റു പലരും ഉണ്ട്. അവരൊക്കെ എന്താ വന്ന് പറഞ്ഞതെന്നറിയാമോ? അവരങ്ങനെ പറഞ്ഞതായിട്ട് പറയുന്നില്ല, നമുക്കെന്നാ ഊഹിക്കാം. ഹീസ് ടു ബിഗ് ടു ഹിറ്റ്. ഒരു കല്ല് പെറുക്കി എറിഞ്ഞിട്ട് കൊണ്ടില്ലെങ്കിൽ രണ്ടാമൊന്നെറിയാൻ അവസരം കിട്ടുകയില്ല. നമ്മളെ പിടിച്ച് പപ്പടം പോലെ പൊടിക്കും, അല്ലെ? ഇത്രയും വലിയ വണ്ണമുള്ള ഒരുത്തനെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പണി പാളും, 8ന്റെ പണി കിട്ടും, അല്ലെ എന്ന് അവർ പറഞ്ഞു. എന്നാൽ അതേ ആളിനെ കണ്ട ദാവീദ് എന്താ പറഞ്ഞതറിയാമോ? ഹീസ് ടു ബിഗ് ടു മിസ്.
എന്ന് വെച്ചാൽ ഒരു എലുമ്പാസ് ആയിരുന്നെങ്കിൽ ഒരു കല്ല് പെറുക്കി എറിഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടില്ലെന്ന് വരാം. എന്നാൽ ഇത്രയും വണ്ണമുള്ള ഇത്രയും വലിപ്പമുള്ള ഒരുത്തനെ ഞാൻ എറിഞ്ഞാൽ കൊള്ളാതിരിക്കുമോ? നോക്കിയേ, ഇതിന്റെ ആദ്യത്തെ ഭാഗം രണ്ടുപേരും ഒരുപോലെ പറയുന്നത്, ഹീസ് ടു ബിഗ്. ഇവിടെ വരെ രണ്ടുപേരും ഒരുപോലെ. പിന്നെയാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പറയുള്ളവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരും തമ്മിലുള്ള വ്യത്യാസം. പ്രശ്നങ്ങളുടെ ഇടയിലും അതിൽ എങ്ങനെ ഇടിച്ച് മുന്നോട്ട് കുതിച്ച് കയറാം, അതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവൻ കാണുന്നത്. മനസ്സിലായല്ലോ ഏറെക്കുറെ എന്താ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിടികിട്ടിയോ? നോ, വൈ ഡു യു നീഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? എന്തിനിങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കാൽഗറി ടവർ, ഒരു വലിയ ഗോപുരമാണ്. ഈ ഗോപുരം അതിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 190.8 മീറ്ററാണ്. അതിന്റെ തൂക്കം 10,884 ടണ്ണാണ്. നമുക്കറിയാം, ഒരു ഗോപുരം എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ സ്റ്റാൻഡ് കൊണ്ട് വെക്കുന്ന പോലെ വെറുതെ കൊണ്ട് ഭൂമിയിലോട്ട് കൊണ്ട് ഒട്ടിച്ചു വെക്കാല്ല, ആണോ? വളരെ ആഴത്തിൽ ഫൗണ്ടേഷൻ എടുത്ത് കുഴിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കാൽഗറി ടവറിന്റെയും ഒരു ഭാഗം ഭൂമിയുടെ അടിയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മൊത്തം തൂക്കം അടിയിലും മുകളിലും ഉള്ള എല്ലാത്തിനും കൂടെ തൂക്കം എന്ന് പറയുന്നത് 10,884 ടണ്ണാണ്. ഇതിൽ എത്ര ശതമാനം ഭൂമിയുടെ താഴെയുണ്ട്? ഒരു ഗസ് വർക്ക് നടത്താമോ? ഇതിന്റെ എത്ര ശതമാനം, ഈ 10,884 ടണ്ണിൽ എത്ര ശതമാനം ഭൂമിയുടെ അടിയിലാണ്? പ്രൈസ് എന്ത് പറയും? ഗസ് വർക്ക്, വെറുതെ പറഞ്ഞു, തെറ്റിയ കുഴപ്പമില്ല. 5,000. ദാറ്റ് ഈസ് അറൌണ്ട് 50%, അല്ലേ? ഓക്കെ, എനി അതർ ആൻസർ? മോളെ, എത്ര ശതമാനം ഭൂമിയുടെ അടിയിലായിരിക്കാം? 50% ഭൂമിയുടെ അടിയിലായിരിക്കുമോ? അങ്ങനെ എവിടെ പറഞ്ഞേ? അതിനോട് യോജിക്കുന്നോ? എത്ര ശതമാനം? 25%. ഓക്കെ, നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ, പ്രായമുള്ള ആർക്കെങ്കിലും അഭിപ്രായം പറയാൻ താല്പര്യമുണ്ടോ? 25 പറഞ്ഞു, 15 പറഞ്ഞു. ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞേക്കാം, 60%. 6,349 ടൺ ഭൂമിയുടെ താഴെയാണ്. എന്ന് വെച്ചാൽ പകുതിയിൽ കൂടുതൽ, 60% ഭൂമിയുടെ താഴെയാണ്. അത്ര ശക്തമായ ഒരു ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് മറിഞ്ഞു പോകാതെ നേരെ നിൽക്കുന്നത്. നമ്മുടെ പിസാ ഗോപുരം എന്തുകൊണ്ടാണ് മറിയുന്നത്? ശക്തമായ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോ ശക്തമായ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേരെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ശക്തമായ ഫൗണ്ടേഷനാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുള്ള ബന്ധത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് കൊടുങ്കാറ്റ് നേരിടുമ്പോഴും മറിഞ്ഞു വീഴാതെ ബലമായിട്ട് നിൽക്കാൻ കഴിയും. അതാണ് എന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ദ ഗ്രേറ്റസ്റ്റ് ബിൽഡിംഗ് ഹാസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി ഐസ് ക്യൂബ്, വലിയ ഐസ്ബർഗ്, കടലിൽ കൂടെ പാഞ്ഞു നടക്കുന്ന ഭീമാകാരമായ ഐസ്ബർഗുകളെ കുറിച്ച് നിങ്ങൾ കേട്ടോ? ടൈറ്റാനിക്കിനെ പോലുള്ള കപ്പലുകളെ ഇടിച്ചു മറിച്ച അതെന്തോരം വലുപ്പമാണ്. എന്നാൽ അതിന്റെ വളരെ ടിപ്പ് മാത്രമേ നമുക്ക് കരയുടെ വെള്ളത്തിന്റെ സമുദ്രനിരപ്പിന് മുകളിൽ കാണാൻ കഴിയുള്ളൂ. അല്പം മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതിന്റെ ഒരുപക്ഷെ 75%, 85% താഴെയായിരിക്കാം. ഞാൻ ഈ ഭൂനിരപ്പിന് അല്ലെങ്കിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള ഐസ്ബർഗിന്റെ ആ ഭാഗത്തെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്, മനോഭാവം. അതിന്റെ മുകളിലുള്ള 15%, അതാണ് മറ്റുള്ളവർ കാണുന്നത്. മറ്റുള്ളവർ കാണുന്നതിനെ ഞാൻ വിളിക്കുന്നു നോളജ് ആൻഡ് സ്കിൽസ്, അറിവ്, കഴിവ് എന്ന്. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർ കാണും, നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർ കാണും, നിങ്ങളുടെ താലന്തുകൾ മറ്റുള്ളവർ കാണും, അല്ലേ? പക്ഷേ ഐ ടെൽ യു ദാറ്റ്സ് ഓൺലി 15% ഓഫ് ദ പേഴ്സണാലിറ്റി. 85% എന്താ? മറ്റുള്ളവർ കാണാത്തതാണ്. ആ കാണാത്തത് എന്താണ്? നിങ്ങളുടെ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അമേരിക്കയിലെ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം വെളിപ്പെടുത്തിയത് ആളുകൾക്ക് ജോലി ലഭിക്കുന്നതിന്റെ മൂല കാരണം പണ്ടൊക്കെ കഴിവുണ്ടോ എന്നുള്ളത് നോക്കിയാണ്. ഇപ്പൊ കഴിവുണ്ടോ നോക്കിയല്ല, ടെസ്റ്റ് നടത്തും. എന്ത് ടെസ്റ്റ്? ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്, മനോഭാവം എങ്ങനെയുണ്ട്. അല്പം അറിവ് കുറവാണെങ്കിലും നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളവനാണെങ്കിൽ ഇവനെ ജോലിക്കെടുത്താൽ നന്നാക്കിയെടുക്കാം, അവർക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ എത്ര കോളേജുകളിൽ, എത്ര സ്കൂളുകളിൽ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യാനുള്ള ക്ലാസുകൾ നടക്കുന്നുണ്ട്? ഇല്ല തന്നെ. കോളേജിലും സ്കൂളിലും ബാക്കി എല്ലായിടത്തും പഠിപ്പിക്കുന്നത് എങ്ങനെ നോളജ് കൂട്ടാം, എങ്ങനെ സ്കില്ല് കൂട്ടാം. ഈ 15% വേണ്ടിയുള്ള പരിശീലനമാണ് മുഴുവൻ. ഈ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എങ്ങും പൊതുവെ അവസരങ്ങളില്ല. ഇത്ര വേദികൾ അതിനുവേണ്ടി ബാലസംഘം ക്രമീകരിച്ച് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അപ്പൊ എനിക്ക് ഇനിയും അവശേഷിക്കുന്ന സമയം കൊണ്ട് ഒരു 10 കമാൻഡ്മെന്റ്സ് ടു ഇംപ്രൂവ് യുവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ക്രിയാത്മക മനോഭാവം വളർത്തുവാൻ 10 കൽപ്പനകൾ ഞാൻ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, നോ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ അറിയുക. വേറെ നിലയിൽ പറഞ്ഞാൽ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കഴിവുകേടുകളും മനസ്സിലാക്കുക. നോ യുവർ സെൽഫ്. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ശക്തികേട്, നിങ്ങളുടെ ബലം,
നിങ്ങളുടെ ബലഹീനതകൾ ഇത് മനസ്സിലാക്കുക. പലപ്പോഴും ഇന്ന് ആളുകൾ അവരുടെ ശക്തിയും ശക്തികേടും ബലവും ബലഹീനതകളും മനസ്സിലാക്കി അവരെ തന്നെ തിരിച്ചറിയാതെയാണ് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വലിയ അപകടങ്ങളിലേക്ക് അവരെ എത്തിക്കാറുണ്ട്. ഞാൻ ആരാണ്? എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ചില കഴിവുകളുണ്ട്, ഒപ്പം തന്നെ കഴിവുകേടുകളുണ്ട്, അല്ലേ? ആ കഴിവ് എന്താണ് എന്റേതെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് മാത്രമേ ഞാൻ ഓരോ കാര്യങ്ങളും ഏർപ്പെടാൻ തുനിയാൻ പാടുള്ളൂ. ഓക്കെ, മോക്കൊരു കണ്ണാടിയാണ്, അല്ലേ? എന്തിനാ കണ്ണാടി? എന്തിനു വേണ്ടിയാ? ഈ അങ്കിൾ പറയുന്ന ക്ലാസിന്റെ നോട്ടൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയാണോ? അല്ല, പിന്നെന്തിനാ കണ്ണാടി? ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ, ക്ലിയർ ഐസൈറ്റ് കിട്ടാൻ വേണ്ടി, അല്ലേ? ഓക്കെ, നിങ്ങളുടെയൊക്കെ പേനയുണ്ടല്ലോ. എന്തിനു വേണ്ടിയാ പേന? എന്തിനു വേണ്ടിയാ മോനെ പേന? ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക ബ്രസീലിൽ, അതൊക്കെ കാണാൻ വേണ്ടിയാണോ? ആണോ? പേന എന്തിനു വേണ്ടിയാ? എഴുതാൻ വേണ്ടി. നമ്മുടെ വീട്ടിൽ ടെലിവിഷനുണ്ട്. ടെലിവിഷൻ എന്തിനു വേണ്ടിയാണ്? അതേ കയറി ദൂരെ യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്? ഗൾഫിലും അമേരിക്കയിലും പോകാൻ വേണ്ടിയാണ്? അല്ല. അതിന് വിമാനം. കാഴ്ച ശരിയാൻ വേണ്ടി കണ്ണാടി, എഴുതാൻ വേണ്ടി പേന, ദൂരെ നടക്കുന്ന സംഭവങ്ങൾ കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി ടെലിവിഷൻ, അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ വിമാനം. ഓരോ കാര്യങ്ങൾക്കും ഓരോ വസ്തുക്കൾ ഉപയോഗിക്കുക, അല്ലേ? വേറെ നിലയിൽ പറഞ്ഞാൽ ഓരോ വസ്തുക്കൾക്കും ഓരോ ലക്ഷ്യമുണ്ട്. ഈ മൈക്കിന്റെ ലക്ഷ്യം എന്താ? എന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഉച്ചഭാഷണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും അതിന്റെ നിർമ്മാതാക്കൾക്കും വളരെ വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു പ്ലാൻ ഉണ്ട് അതുണ്ടാക്കുന്നതിന് മുൻപ്. ശരിയാണോ? ഇല്ലേ? കേവലം 15 രൂപയുടെ പേന ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ആ പേന ഉണ്ടാക്കുന്നത്, എന്തിനു വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാൻ ഇല്ലേ? Everything has got a purpose and God has a plan for your life too. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് പ്ലാനുണ്ട്. പേനയും വാച്ചും ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് മാത്രമല്ല വ്യക്തമായൊരു പ്ലാൻ ഉള്ളത്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, സാരൂപ്യത്തിൽ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായൊരു പ്ലാൻ ദൈവത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കാം. അങ്ങനെ ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ചില പ്രത്യേകമായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ അതിന്റെ കഴിവും കഴിവുകേടുകളും കൂടിയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത്. എന്താ നമ്മുടെ സ്ട്രെങ്ത്? നിങ്ങൾക്കറിയാമല്ലോ, ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് എന്ന് പറഞ്ഞാൽ മൂളിപ്പക്ഷി എന്ന മലയാളത്തിൽ പറയും, അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിന് 1 ഔൺസിന്റെ 10 മാത്രമേ തൂക്കമുള്ളൂ. ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് നിന്ന് പൂക്കളുടെ ഉള്ളിൽ നിന്ന് തേൻ വലിച്ചു കുടിക്കും. 1 സെക്കൻഡിൽ 72 പ്രാവശ്യം ചിറകടിക്കാൻ ഹമ്മിങ് ബേർഡിന് മൂളിപ്പക്ഷിക്ക് സാധിക്കും. എത്രയാ? 1 സെക്കൻഡിൽ ഇത്രയും സമയം കൊണ്ട് 72 പ്രാവശ്യം ഇത് ചിറകടിക്കും. മനസ്സിലായോ? പക്ഷെ ഇതിന് ഓടാൻ അറിയത്തില്ല. എന്നാൽ വേറൊരു പാർട്ടി ഇപ്പുറത്ത് നിൽപ്പുണ്ട്. ആരാ? ഒട്ടകപ്പക്ഷി, ഓസ്ട്രിച്ച്. ഇതിന് 300 പൗണ്ട് തൂക്കമുണ്ട്. ഇതിന്റെ കാലുകൾക്ക് നല്ല ബലമുണ്ട്. 80-85 കിലോമീറ്റർ സ്പീഡിൽ ഇതിന് ഓടുവാൻ ഇതിന് കഴിയും. ഈ ഒട്ടകപ്പക്ഷിക്ക് അന്തരീക്ഷത്തിൽ പറന്നു നിന്ന് തേൻ കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. മൂളിപ്പക്ഷിക്ക് 80 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുമോ? പറ്റില്ല. അപ്പോൾ ഓരോ പക്ഷികൾ തന്നെയാണെങ്കിൽ പോലും ഓരോ പക്ഷികൾക്കും ഓരോ കഴിവുണ്ട്, ഓരോ കഴിവുകേടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുമുണ്ട്, കഴിവുകേടുകളുണ്ട്. എന്റെ കഴിവല്ല ഇവിടെ ഇരിക്കും നിങ്ങൾ ആർക്കെങ്കിലും ഉള്ളത്, നിങ്ങളുടെ കഴിവല്ല എനിക്കുള്ളത്. അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും ആകാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ചു നേരം മുമ്പ് സഹോദരന്മാർ പാട്ട് പാടി, കീബോർഡ് വായിച്ചു, വളരെ മനോഹരമായിട്ട് പാട്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ. എന്നിട്ട് ഞാൻ അവരിൽ ആരെങ്കിലും ഒരാളെ പോലെ ആകാൻ ശ്രമിക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പാടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ എഴുന്നേറ്റ് ഓടും. പക്ഷേ അവർ പാടുമ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കുന്നു, കൈയടിക്കുന്നു. അത് കാണുമ്പോൾ എനിക്കൊരു അസൂയ. ഞാൻ അവരാകാൻ ശ്രമിക്കുക. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഡോണ്ട് ട്രൈ ടു ബിക്കം സമ്മൺ എൽസ്. ചാണ്ടപ്പള്ള സഹോദരൻ പ്രസംഗിക്കുന്ന പോലെ ഞാൻ പ്രസംഗിക്കേണ്ട തലയും കുത്തി നിന്നാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ശ്രമിച്ചാലും പറ്റില്ല. ഞങ്ങൾ രണ്ടും വ്യത്യസ്തരാണ്, നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, അല്ലേ? അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും ആകാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ഞങ്ങൾ പണ്ട് കളിക്കുന്ന സമയത്ത്, ഞാൻ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കളിക്കുമായിരുന്ന ഒരു പയ്യൻ, അവന്റെ വീട് ഗ്രൗണ്ടിനടുത്ത, അവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോകും. അപ്പോൾ ഒരു ദിവസം ഞാൻ നീ എന്താ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്നേ? അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പാല് കുടിക്കാൻ പോകാന്ന്. ഇതിന് പാല് കുടിക്കുന്നത്? അത് പറഞ്ഞു നമ്മുടെ ധോണി ഉണ്ടല്ലോ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, അവൻ ഒരു ദിവസം 1 ലിറ്റർ പാല് കുടിക്കുമെന്നാ പറയുന്നത്. എടാ ധോണി 1 ലിറ്റർ പാല് കുടിച്ചോട്ടെ, ഇവൻ 16 ലിറ്റർ പാല് കുടിച്ചാൽ ഇവൻ ധോണിയാകുമോ? അവൻ ധോണിയാകത്തില്ല. അവൻ ധോണിയാകേണ്ട ആവശ്യമില്ല. ധോണിയാകട്ടെ, മാണിയാകട്ടെ, അല്ലേ? ഓരോരുത്തരും അവനവൻ തന്നെ ആകട്ടെ. വേറെ ആരെങ്കിലും ആകാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നമെല്ലാം മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ അവരുടെ കസേര കയറിയിരിക്കാൻ ഞാൻ ശ്രമിക്കുക. ഇതിന്റെ ആവശ്യമില്ല. ദൈവം നമ്മളെ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് 2 പേരുടെ സഹായം ആവശ്യമുണ്ട്. മോനിങ്ങോട്ട് വന്നേ. ബിനു സാമ്പലങ്ങൾ 1 മിനിറ്റ് ഒന്ന് വരാം.
ഓക്കെ, ഇവിടെ 100 പേരുണ്ട് എന്ന് കരുതുക. ഈ വേദിയിൽ 100 പേരുണ്ട്. മോന്റെ പേരെങ്ങനെ? ബ്ലസൻ. ഇവിടെ 99 കസേരയേ ഉള്ളൂ. ബ്ലസൻ. അപ്പൊ ബിനു സമ്മേളനങ്ങൾ നിൽക്കുക, ബ്ലസൻ ആണെങ്കിൽ കസേര ഇരിക്കുക. ബിനു സമ്മേളനങ്ങൾ എങ്ങനെയും ഒന്ന് ഇരിക്കണമെന്നുണ്ട്, കാരണം ഇന്ന് മുഴുവനല്ലേ ഇവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലസന് ഒരു പ്രകൃതിയുടെ വിളി ഉണ്ടായെന്ന് വിചാരിച്ചു. മനസ്സിലായല്ലോ കാര്യം? പുറത്തോട്ടൊന്ന് പോകണം. എഴുന്നേറ്റ് പോകാൻ ധൈര്യപ്പെടുവോ? കണ്ടോ, ബിനു സമ്മേളനങ്ങളെ നോക്കും ധൈര്യപ്പെടുകയല്ല. കാരണം എന്താ ധൈര്യപ്പെടാത്തതിന്റെ കാരണം? എഴുന്നേറ്റ് പോയാൽ കസേര പോകും. ഇനി വേറൊരു സിറ്റുവേഷൻ ചിന്തിച്ചു നോക്കിയേ. ഇതെല്ലാം ഒരേ നീൽക്കമലിന്റെ ഒരേ വലുപ്പത്തിലുള്ള കസേരയാണ്. എന്നാൽ ഈ കമ്പനിക്കാര് ഇവിടെ ഇരിക്കുന്നവർ അതേ വണ്ണത്തിലും വലിപ്പത്തിലും ആ കസേര ഉണ്ടാക്കുന്ന കരുതുക. ബ്ലസന്റെ അതേ വണ്ണത്തിൽ ഇങ്ങനെ കറക്റ്റ് ബ്ലസന് മാത്രം ഇരിക്കാവുന്ന വലുപ്പത്തിലുള്ള കസേരയാണ് ഇരിക്കുന്നത്. ബിനു സമ്മേളനം അവിടെ നിൽക്കുക. ഇപ്പോഴും വീണ്ടും പ്രകൃതിയുടെ വിളി ഉണ്ടായി, പുറത്തോട്ട് പോകണം. പുറത്തോട്ട് പോകാൻ ധൈര്യക്കുറവിന്റെ ആവശ്യമുണ്ടോ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്താ? ബിനു സമ്മേളനത്തിന് ബ്ലസന്റെ കസേരയിൽ ഇരിക്കാൻ പറ്റുകയില്ല. താങ്ക് യു. ഇത് കസേര മാത്രമല്ല, ജീവിതത്തിന്റെ കസേരയിലും. എന്റെ കസേരയിൽ വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, സുവിശേഷന്മാർക്ക്, മൂപ്പന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായാൽ നമ്മുടെയൊക്കെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പകുതി തീരും. ദൈവം എന്നെ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആൻഡ് ദർ ഈസ് നോ നീഡ് ടു ഹാവ് എൻ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. അരക്ഷിതത്വ ബോധത്തിന്റെ ആവശ്യമില്ല. സോ നോ യുവർ സെൽഫ് ആൻഡ് നോ യു ആർ സേഫ്. നിങ്ങളെ തന്നെ അറിയുക, നിങ്ങൾ സുരക്ഷിതരാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിനൈ യുവർ സെൽഫ്. ഞാൻ എന്തെങ്കിലുമൊക്കെയാണ്, മുമ്പേ പറഞ്ഞല്ലോ, ഐ ആം യുണീക്ക്, ഐ ആം സംതിങ്, ഐ ആം സംബഡി എന്നുള്ള ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ അത് പിന്നെ വലിയ അപകടത്തിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നിന്നെ തന്നെ ത്യജിക്കുക എന്നുള്ളതാണ്. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, The greatest magnifying glasses in the world are a man's own eyes when they look upon his own person. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂതക്കണ്ണാടി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഭൂതക്കണ്ണാടി ഓരോരുത്തന്റെ സ്വന്തം കണ്ണുകളാ. എപ്പോ? ആ കണ്ണുകൾ കൊണ്ട് അവനെ തന്നെ നോക്കുമ്പോൾ. ഞാൻ എന്റെ കണ്ണെടുത്ത് എന്നെ തന്നെ നോക്കുമ്പോൾ, ജോർജ് ജോഷു വലിയ ഖേമനാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് അങ്ങനെ ഉണ്ടായി പോവുകയാണ്. ഇതാണ് വലിയ അപകടം. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കേമൻ, മിടുക്കൻ, ഏറ്റവും വലിയ പ്രസംഗൻ, ഏറ്റവും വലിയ പാട്ടുകാരൻ, ഏറ്റവും വലിയ എഴുത്തുകാരൻ, ഏറ്റവും വലിയ സംഘാടകൻ, ഏറ്റവും വലിയ ഡാഷ് 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 ഡാഷ്. അതെ, ഇങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ കടന്നു വരുമ്പോൾ അത് അതിനേക്കാൾ വലിയ അപകടമാണ്. ഞാൻ എന്ന ഒരു ഭാവം, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡിസീസ്. സദൃശവാക്യം 26 അധ്യായത്തിന്റെ 12 വാക്യം ഒന്ന് വായിക്കാമോ? സദൃശവാക്യം 26:12. അടുത്ത കാലത്ത് അമേരിക്കയിലുള്ള ഒരു കമ്പനി അത് ചെയ്തത് ശരിയാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ 100 കണക്കിന് ആൾക്കാരുടെ ഫോൺ ടാപ്പ് ചെയ്തു. അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചേക്കുന്ന അക്ഷരവും വാക്കും, സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. ഏതാ അവർ ഉപയോഗിച്ചെന്നറിയാമോ? ഞാൻ എന്നുള്ള വാക്കാണ് ഒരു 60-70% ഉപയോഗിച്ച ഒരു പദം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയാൻ, എന്റെ കഴിവ് വെളിപ്പെടുത്താൻ, ഞാൻ ആരാണെന്ന് പ്രൊജക്ട് ചെയ്യാൻ ഉള്ള ശ്രമം. പക്ഷെ ഓർത്തോണം, ഈ ഐ എന്ന് പറയുന്നത് സിൻ എന്ന് പറയുന്ന വാക്കിലെ നടുക്ക് നിൽക്കുന്ന കക്ഷിയാണ്. അല്ലേ? ഒന്ന് വായിച്ചേ സദൃശവാക്യം 26:12 പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിച്ചേ. ഓക്കെ. തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന, അയ്യോ ഇതുപോലെ മൂഢൻ വേറെ ആരുണ്ട്? എനിക്ക് തന്നെ ജ്ഞാനിയാണ് എന്ന് ഞാൻ തോന്നുന്നത്, ഞാനെന്ന ഭാവം. ഈ ഐ എന്നുള്ള ഒന്ന് മാറണം. നോട്ട് ഐ എന്ന് പറയുന്ന അക്ഷരം ഒന്ന് വളച്ചു കഴിഞ്ഞാൽ എന്താകും? സി ആകും. അല്ലേ? സി സ്റ്റാൻഡ്സ് ഫോർ ക്രൈസ്റ്റ്. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വർദ്ധിച്ചു വരേണ്ടത്. ഞാൻ കുറയണം, അവനോ വളരണം. ആ ഭാവം നമുക്ക് ഉണ്ടാകാനിടയാണ്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. See the goodness in others. മറ്റു വ്യക്തികളിലെ നന്മയെ കാണുവാൻ, അന്യ സാഹചര്യങ്ങളിലെ നന്മയെ കാണാൻ തയ്യാറാക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മുടെ തന്നെ നന്മ കാണുകയും അത് നന്മയാണോ തന്നെ അറിഞ്ഞുകൂടാ. സോക്കോൾഡ് നന്മ, കോട്ട് അൺകോട്ട് നന്മ, ആ നന്മ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള തത്രപ്പാടാണ് നമുക്ക്. ഇതിനിടയിൽ മറ്റുള്ളവരിലെ നന്മ കാണാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർപ്പിക്കട്ടെ, സമയമില്ല എങ്കിലും നമ്മൾ വളരെ വിശദമായിട്ട് എക്സസൈസ് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു, ഇപ്പം വേണ്ട, പിന്നെ ചിന്തിച്ചാൽ മതി. ചിന്തിച്ചിട്ട് കുറച്ചുകൂടെ ഗൗരവമായിട്ട് ചിന്തിക്കുക. ആ ആളിൽ എന്തെങ്കിലും നന്മയുണ്ടോ കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അങ്ങനെയുള്ള വ്യക്തികളിലെ തിന്മകളായിരിക്കാം കാണുക.
എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ എല്ലാ വ്യക്തികളിലും എല്ലാ സാഹചര്യങ്ങളിലും നന്മയുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ആൻഡ്രൂ കാർണഗി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഉരുക്ക് വ്യവസായ ശൃംഖലയുടെ തലവനാണ്. മൾട്ടി മില്യനെയറാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ 43 കോടീശ്വരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. വളരെ വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഈ സ്ഥാപനം കൊണ്ട് നടത്തുന്നത്. അദ്ദേഹത്തോട് ഒരിക്കല് പത്രക്കാർ ചോദിച്ചു, ഹൗ ഡു യു ഡീൽ വിത്ത് പീപ്പിൾ? എങ്ങനെയാ ഈ ആളുകളുമായിട്ട് ഇടപെടുന്നത്? അദ്ദേഹം പറഞ്ഞത്, ഡീലിംഗ് വിത്ത് പീപ്പിൾ ഈസ് ലൈക്ക് ഡിഗിങ് ഗോൾഡ്. ഡീലിംഗ് വിത്ത് പീപ്പിൾ ഈസ് ലൈക്ക് ഡിഗിങ് ഗോൾഡ്. ആളുകളുമായിട്ട് ഇടപെടുന്നത് സ്വർണം കുഴിച്ചെടുക്കുന്നത് പോലെയാണ്. സ്വർണം എവിടെ മോളെ കിട്ടുന്നത്? ആലുക്കാസിലും ജോസ്കോയിലും ഒക്കെ അല്ലേ? അതൊക്കെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള സ്വർണ്ണമാണ്. പക്ഷെ സ്വർണ്ണം എവിടെ നിന്നാണ് കിട്ടുക? ഭൂമിയിൽ നിന്നാണ്. ഈ ഭൂമി വെറുതെ ഒരു കാലുകൊണ്ടിങ്ങനെ തട്ടിയാൽ സ്വർണം കിട്ടുമോ? ഇല്ല. പിന്നെ ആഴത്തിൽ കുഴിക്കണം. കുഴിച്ച് കിലോമീറ്ററുകൾ ഒരുപക്ഷെ താഴേക്ക് പോകേണ്ടി വരും. ആദ്യം കുഴിച്ചാൽ എന്താ കാണുക? ഒരു വെട്ടുപെട്ടിയുണ്ട സ്വർണം കാണുമോ? ഇല്ല. ആദ്യം പൊടി കാണും, ചള്ള കാണും, ചെളി കാണും, കട്ട കാണും, മുള്ള് കാണും, ഒത്തിരി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുവന്ന് വരാം. കരിമ്പാറക്കെട്ടുകൾ കാണും, ഒക്കെ കാണും. പക്ഷെ നമ്മൾ കുഴിപ്പിക്കുന്ന പരിപാടി നിർത്തുകയല്ല. എന്താ കാരണം? താഴെ ഡീപ് ഡൗൺ എന്തുണ്ട്? സ്വർണ്ണമുണ്ട്. ഞാൻ എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ചില വ്യക്തികൾ, അവരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ സഭയിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ ആയിക്കോട്ടെ, അവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില സ്വഭാവങ്ങൾ അവരിൽ കണ്ടുവെന്ന് വന്നേക്കാം. അവരുടെ മുൻകോപമായിരിക്കാം, അവരുടെ സെൽഫിഷ്നെസ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. അവരുടെ ചിലരാണ് അമിത ഭക്ഷണം, അത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വന്നേക്കാം. ചില ചെളി കാണും, കട്ട കാണും, കല്ല് കാണും, ഒക്കെ വഴി കാണും. പക്ഷേ കുഴിച്ചുകൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ അന്വേഷിച്ചാൽ എല്ലാ വ്യക്തികളിലും എന്ത് കാണും? കമോൺ, എല്ലാ വ്യക്തികളിലും നന്മ കാണും. അത് പറയാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എല്ലാ വ്യക്തികളിലും നന്മ കാണും. ആ നന്മ കാണാൻ നമുക്കിടയാകണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുക. എസ്റ്റീം അതേഴ്സ് ബെറ്റർ ദാൻ ദംസെൽഫ്. മറ്റുള്ളവരെ നന്മ കാണുമ്പോൾ അവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാൻ നമുക്ക് സാധിക്കും, നമുക്ക് കഴിയും. 4-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരട്ടെ. ബി ഓപ്റ്റിമിസ്റ്റിക്. ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീരുക. ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീരുക. ചില ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ പ്രത്യേകം എന്ന് പറയുന്നത്, അവര് ഒരിക്കലും കാര്യങ്ങളൊന്നും നന്നാകത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരു കാരണവശാലും ഇത് നന്നാകത്തില്ല. ഓപ്റ്റിമിസ്റ്റിക് അല്ല, ഇത് ആകൂടെ കുളമാകും എന്ന് ചിന്തിക്കുന്നവരാണ്. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല എന്ന് കരുതുന്നവർ. ഒരു സാഹചര്യത്തിലും ശുഭാപ്തി വിശ്വാസമുള്ളവരുടെ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുകയില്ല. ഓൾവേസ് ലുക്ക് ഓൺ ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ അതിന്റെ പ്രകാശമാനമായ വശങ്ങളിലേക്ക് കണ്ണോടിക്കുക. ഞാൻ അത് വിശദീകരിക്കാം. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു ദൈവദാസി, അവര് അന്ധയാണ്, ബധിരയാണ്, മൂകയാണ്. കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാനാവില്ല. അങ്ങനെയുള്ള ആ സ്ത്രീ അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. എന്താ? വെൻ വൺ ഡോർ ക്ലോസസ് ഡൗൺ, God opened 9 others, but we often look at the closed door and continue to mourn. ദൈവം നമ്മൾ ഒരു വാതിൽ അടയുമ്പോ എന്താ ചെയ്യുന്നേ? ആ അടഞ്ഞ വാതിലിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പുറത്ത് 9 വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയില്ല. നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം ആ വാതിൽ അടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അതുവഴി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായി. അതോടുകൂടി അവസാനിപ്പിച്ചിട്ട് മുന്നോട്ടുള്ള പോക്കെല്ലാം അവസാനിപ്പിച്ച് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് MBBS ആയിരുന്നു എന്റെ ലക്ഷ്യം, അത് കിട്ടിയില്ല, ഫിനിഷ്, അതോടുകൂടി ജീവിതം അവസാനിച്ചു. ഇല്ല, ജീവിതം അവസാനിക്കുന്നില്ല. വേറെ 9 വാതിലുകൾ അപ്പുറത്ത് തുറന്നു കിടപ്പുണ്ട്. ഇത് പറയുന്നത് ആരാ? അന്ധയും ബധിരയും മൂകയുമായ ഒരു സ്ത്രീയാണ്. അവരുടെ ജീവിതത്തിൽ തെളിയിച്ച ഒരു സംഭവമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തുറന്ന വാതിലുകളെ കാണാൻ ശ്രമിക്കാം. നമ്മൾ പലപ്പോഴും നെഗറ്റീവ് മാത്രം കാണുന്നവരാണ്, ദോഷൈക ദൃക്കുകളാണ്. ചില ആൾക്കാർ വട എടുത്തു കൊടുത്താൽ, ഉഴുന്നുവട എടുത്തു കൊടുത്താൽ അതിന് നടുക്കത്തെ ദ്വാരം മാത്രമേ കാണത്തുള്ളൂ. അല്ലേ? ആ വട കാണത്തില്ല, തിന്നാൻ കൊള്ളാവുന്ന ഭാഗം കാണത്തില്ല, നടുക്കത്തെ ദ്വാരം. ഇത് ഇംഗ്ലീഷിലെ ഒരു അക്ഷരമാണ്. ഏതക്ഷരമാണ്? ഓ. ഈ ഓ ചേർത്തൊരു വാക്ക് പറയാമോ? ഓ ആദ്യമോ അവസാനമോ ഇടയ്ക്കോ എവിടെയെങ്കിലും വരുന്നൊരു വാക്ക് പറഞ്ഞ മോനെ. ഓപ്പൺ. വെരി ഗുഡ്. വേറെ? ഹോൾ. WHO അല്ലേ? ഓക്കെ. വേറെ? ഓൾഡ്. ഓക്കെ. ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഇതിനെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിന്റെ 1-ാമത്തെ വാക്ക്, അല്ലെങ്കിൽ ഓപ്പൺ ഇതുപോലെയുള്ളതിന്റെ ആദ്യത്തെ ആൽഫബറ്റ് ആയിട്ട് ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ പലരും അതിനെ കാണുന്നത് 0യുടെ അവസാനത്തെ വട്ടമായിട്ട്, 0ആയിട്ടാണ്. എന്ന് വെച്ചാൽ ദോഷൈക ദൃക്കുകളാകുക. ഏത് കാര്യത്തെ നമുക്ക് 2 രീതിയിൽ കാണാം.
ദോഷമായിട്ടും കാണാം, പോസിറ്റീവായിട്ടും കാണാം. പക്ഷേ അതിലെ നന്മ കണ്ടെത്താൻ ഏത് സാഹചര്യത്തെയും, ആ ഏത് സാഹചര്യത്തിലും ഫിലിപ്പിയ ലേഖനം 4-13 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഇവിടെ നോക്കിയേ, ആ അപ്പന്റെ കാലിന്റെ മുകളിൽ 2 കുഞ്ഞുകാലുകൾ. ആ കുഞ്ഞിന്റെ വിചാരം അവനാ നടക്കുന്നതെന്നാ വിചാരിക്കുന്നത്. പക്ഷെ അവനല്ല നടക്കുന്നത്, അപ്പനാ നടക്കുന്നത്, അല്ലേ? കർത്താവിനെ ആശ്രയിച്ച് നമുക്ക് നടക്കാൻ കഴിയും. എനിക്ക് ഏത് സാഹചര്യത്തെയും ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴിയും. തടസ്സങ്ങളെയെല്ലാം അതിനെ തരണം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അത് ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് മാത്രമാണ്. ഞാൻ വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു 5-ാമത്തെ കാര്യം, ഡു ഇറ്റ് നൗ. ഡു ഇറ്റ് നൗ. ഇപ്പോൾ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആൾക്കാര് പൊതുവെ നിർവാഹമുണ്ടെങ്കിൽ നാളത്തേക്ക് കാര്യങ്ങളെ മാറ്റിവെക്കുന്നവരാണ്. അന്നേരം ചെയ്യാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. നാളെ നീളെ അത് ലോട്ടറി കച്ചവടക്കാരനെ കൊണ്ടുപോട്ടെ. നമുക്ക് എന്താ, നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാം. ഇന്ന് എന്ന് പറയുന്ന ഒരു നിമിഷമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. നാളെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? നാളെ എന്ന് പറയുന്നത് വരാണ്ടിരിക്കുന്ന. ഇന്നലെ എന്ന് പറഞ്ഞോ, പോയി കഴിഞ്ഞു. ഇന്നലെയിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നാളെയിലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇന്ന് മാത്രം, ഈ നിമിഷം. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ മാറ്റിവെക്കരുത്. മെല്ലെ മെല്ലെ എന്ന് പറയുന്നൊരു ഹൈവേ ഉണ്ട്. ഈ നമ്മുടെ മുന്നേ കൂടെ കിടക്കുന്ന ഈ റോഡിന്റെ പേര് പുല്ലൂർ കുമ്പഴ PK റോഡ് എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു റോഡിന്റെ പേരാണ് നാഷണൽ ഹൈവേ എന്നൊക്കെ പറയുന്ന പോലെ. എന്താ റോഡിന്റെ പേര്? മെല്ലെ മെല്ലെ. ഈ മെല്ലെ മെല്ലെ എന്ന് പറയുന്ന ഈ ഹൈവേ ചെന്ന് കയറുന്നത് എവിടെയാണെന്നറിയാമോ? ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന ഒരു പട്ടണത്തിലോട്ടാണ്. ഈ മെല്ലെ മെല്ലെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവിടെ എത്തുകയില്ല എന്ന് ചുരുക്കം. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കും. പരീക്ഷ വന്ന് മൂക്കിന്റെ അകത്ത് കയറി കഴിയുമ്പോഴായിരിക്കും പുസ്തകം പതുക്കെ എടുക്കാൻ തുടങ്ങുന്നത്, അല്ലേ? നിർവാഹം ഉണ്ടെങ്കിൽ നേരത്തെ കാലത്ത് ചെയ്യുകയില്ല. അങ്ങനെ ഈ മാറ്റിവെക്കൽ പരിപാടി പലപ്പോഴും അതുകൊണ്ട് കാര്യങ്ങൾ മറന്നുപോകും. നമ്മുടെ ഓർമ്മശക്തി, ഞാനത് പറഞ്ഞപ്പോൾ ഓർക്കുക, ഒരു വല്യപ്പച്ചൻ വല്യമ്മച്ചി ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഒരു ഹോട്ടലിൽ പോയി. ഒരു പുതിയ ഹോട്ടൽ, നല്ല ഫുഡൊക്കെ ആയിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം അവരുടെ കുറെ കൂട്ടുകാരെ വെടിവട്ടമൊക്കെ പറയാൻ വേണ്ടി അവർ വീട്ടിൽ വന്നു. അവർ ഫ്രണ്ടിലെ മുറിയിൽ അപ്പച്ചന്മാരൊക്കെ ഇരുന്ന് വർത്താനം പറയുകയാണ്, അടുക്കളയിൽ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ആഹാരം കുക്ക് ചെയ്യുകയൊക്കെയാണ്. അപ്പൊ ഈ അപ്പച്ചൻ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഒരു പുതിയ ഹോട്ടലിൽ പോയി, നല്ല ഫുഡായിരുന്നു. അപ്പൊ മറ്റുള്ളവർ ചോദിച്ചു, ഏത് ഹോട്ടലാ? പുള്ളി ഇങ്ങനെ തലയൊറി, ആ ഹോട്ടലിന്റെ പേര് മറന്നുപോയി. പിന്നെ ഇങ്ങനെ ആലോചിച്ചു പുള്ളി പറഞ്ഞു, പിന്നെ ഒരു തരം ചുമന്ന പൂവുണ്ടല്ലോ, പുള്ളി ഓർക്കാൻ ശ്രമിക്കുക, ഒരു ചുമന്ന പൂവുണ്ടല്ലോ. അപ്പൊ അവർ ചോദിച്ചു, ചെമ്പരത്തി പൂവാണോ? അല്ലെന്നേ, ഈ മുള്ളൊക്കെ ഉള്ള ഒരു പൂവുണ്ടല്ലോ ചുമന്ന, അത് ബോഗൻവില്ലയാണോ? അല്ല, ഈ നെഹ്റു കോട്ടയിൽ കുത്തിവെക്കുന്ന ഒരു. അപ്പൊ അവർ ചോദിച്ചു, റോസപ്പൂവാണ്? റോസപ്പൂ. പുള്ളി അടുക്കളയിലോട്ട് തിരിഞ്ഞ്, റോസമ്മേ, ഇന്നലെ നമ്മൾ പോയ ഹോട്ടലിന്റെ പേരെന്താ? പുള്ളിയുടെ ഭാര്യയുടെ പേര് പോലും മറന്നുപോയെന്നാ പറയുന്നത്. അതൊരു പക്ഷേ അല്പം എക്സാഗറേഷൻ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഈ ഓർമ്മയുടെ കാര്യത്തിൽ അത്ര മെച്ചമൊന്നും അല്ല, അല്ലേ? നാളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം, പിന്നെ ചെയ്യാവുന്നതുകൊണ്ട് മാറ്റിവെക്കും. പലപ്പോഴും കാര്യങ്ങൾ അവസാനിക്കും വരെയും ചെയ്യാൻ കഴിയാതെ അത് പരാജയത്തിൽ കലാശിക്കും. സോ ഡു ഇറ്റ് നൗ. നാളത്തേക്ക് മാറ്റിവെക്കരുത്. പ്രോക്രാസ്റ്റിനേഷൻ ഈസ് ദ ഫെർട്ടിലൈസർ ദാറ്റ് മേക്സ് ഡിഫിക്കൽട്ടീസ് ഗ്രോ എന്ന് പറയും. ബുദ്ധിമുട്ടുകൾ ആകുന്ന ചെടികളും മരങ്ങളും വളരുവാൻ സഹായിക്കുന്ന വളമാണ് എന്ത്? ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ മാറ്റിവെക്കൽ പരിപാടി. ചില ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ ഞങ്ങൾ ഭയങ്കര ബിസിയാ, ഒരു മീറ്റിങ്ങിന് വാ, ഒരു ബാലസംഘടന പ്രോഗ്രാമിന് വാ, അല്ലെങ്കിൽ ഞങ്ങൾ ബിസിയാ, സമയമില്ലെന്നാ പറയുന്നത്. എന്തോ ബിസി എന്ന് പറഞ്ഞാൽ BUSY എന്താ അതിന്റെ ഫുൾ ഫോം? ഞാനൊരു ഫുൾ ഫോം എന്ന് പറയാൻ പോവാണ്. ബറീഡ് അണ്ടർ സൈറ്റൻസ് യോക്ക്. സാത്താന്റെ നുഖത്തിന്റെ കീഴിലാണ് അതിന്റെ അർത്ഥം. ഞാൻ ഭയങ്കര ബിസിയാ, എനിക്ക് യോഗത്തിനും ക്യാമ്പിനും മീറ്റിങ്ങിനൊന്നും വരാൻ സമയമില്ല. നാളെ നിങ്ങൾ പറഞ്ഞാൽ ഓർത്തോണം. എന്താ നിങ്ങൾ പറയുന്നത്? എന്റെ കഴുത്ത് ഞാൻ സാത്താന്റെ നുഖത്തിന്റെ കീഴിൽ വെച്ചേക്കുക, അവനാണ് എന്നെ അടിച്ചേ പോലെ കൊണ്ടുപോകുന്നത്, എനിക്ക് തന്നെ താൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ള. അപ്പോ അങ്ങനെ അനാവശ്യമായി ബിസി ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് വേണ്ടി എൻഗേജ്ഡ് ആകുക, അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമയത്തും കാലത്തും കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ കംപ്ലീറ്റഡ് ടാസ്ക് ഈസ് ഫുൾഫില്ലിംഗ് ആൻഡ് എനർജൈസിംഗ്, ആൻഡ് അൺകംപ്ലീറ്റഡ് ടാസ്ക് ഈസ് ലൈക്ക് എ ലീക്ക് ഓൺ ദ റൂഫ്. സോ എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, redeem the time because the times are evil. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഡു ഇറ്റ് നൗ. മാറ്റിവെക്കരുത്. അത് പറഞ്ഞപ്പോൾ ഒരു വാക്കൂടെ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ മീറ്റിങ്ങുകൾ ഇന്ന് രാവിലെ എത്ര മണിക്കാണ് മീറ്റിംഗ് തുടങ്ങണ്ടേ? 9:30. ഇത്രയും പേര് അവാർഡ് മേടിക്കുന്നവരാ. ഏറ്റവും കുറഞ്ഞ നിങ്ങളെങ്കിലും എത്ര മണിക്ക് ഇവിടെ വരണം? 9:25 എത്തണം, അല്ലേ? എത്ര പേര് 9:25 ഇവിടെ എത്തി? നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മതി. നമ്മുടെ ഒരു സഹജ സ്വഭാവം ഏത്? 9 മണിക്കൊരു മീറ്റിംഗ്, അല്ലെ 10 മണിക്കൊരു മീറ്റിംഗ്, വട്ടോബീൻ ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും 3/4 മണിക്കൂർ കഴിഞ്ഞ്. ഇപ്പം പിന്നെ വന്ന് സംഘാടകരും അതനുസരിച്ച് പ്ലാൻ ചെയ്യത്തുള്ളൂ. 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ 9 മണിന്ന് പറയും. ആൾക്കാരെല്ലാം വരാൻ വേണ്ടി 1 മണിക്കൂർ ഇങ്ങനെ ഇടും.
നമ്മളൊരു സമയം പാലിക്കാൻ പഠിക്കുക. ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ 1 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയാൽ വേറെ 199 പേർ അവിടെ ഇരിക്കുന്നവരായിരിക്കും, അവരുടെ എല്ലാം ഓരോ മിനിറ്റാണ് നഷ്ടമാകുന്നത് ഞാൻ ലേറ്റ് ആയി ചെല്ലുന്ന മൂലം. സോ നെവർ ബി ലേറ്റ്, ഡു ഇറ്റ് നൗ. കൃത്യസമയം പാലിക്കാൻ തയ്യാറാകുക. 6ാമത്തെ ഒരു കാര്യം, ബി എ ലേണർ ഓൾവേസ്. എന്നും എല്ലാ കാലത്തും പഠിക്കുന്ന വ്യക്തിയായി തീരുക. പഠിക്കാൻ കഴിയണം. ചില ആൾക്കാരുണ്ട്, അവര് ബൈബിൾ സ്കൂളിലെ പഠനം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പുറത്ത് PhD കഴിഞ്ഞാൽ അതോടുകൂടി ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്താഗതി അല്ല. അങ്ങനെയല്ല. വി ക്യാൻ ബി എ ലേണർ ഓൾവേസ് ഫ്രം ഓൾ പീപ്പിൾ ആൻഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ വ്യക്തികളിൽ നിന്നും എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനാവും. ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിൽ ബസ്സിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇരുവശം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും പല കാര്യങ്ങൾ, ബസ്സിലുള്ള കയറി വരുന്ന ധർമ്മക്കാരിൽ നിന്ന് പോലും നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ അറിവിന്റെ അവസ്ഥ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നിർത്തിയിരിക്കുക. ഈ കുതിരയുടെ കണ്ണിന്റെ ഇരുവശങ്ങളിൽ ജീനി വെച്ച് കിട്ടും. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതിരിക്കാൻ. അതുപോലെ നമ്മുടെ അറിവ് അങ്ങ് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇനി അപ്പുറത്തോട്ടൊന്നും ഇല്ല, കൂടുതലൊന്നും പഠിക്കേണ്ട എന്ന്. അങ്ങനെയല്ല, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ. ഇത് ഓരോ വിഷയവും എലാബറേറ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. സോ യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 4-ാം വാക്യം, എവറി മോർണിംഗ് ഹി വേക്സ് മീ, ഹി ടീച്ചസ് മീ ടു ലിസൺ ലൈക്ക് എ സ്റ്റുഡന്റ്. ജീവിതത്തിന്റെ അവസാനം വരെ എല്ലാ ദിവസവും യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ ഒരു സ്റ്റുഡന്റ് ആയിരിക്കുവാൻ, ഒരു വിദ്യാർത്ഥി ആയിരിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് ദിനംതോറും ദൈവത്തിന്റെ വചനമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും പഠിക്കാനിടയാകണം. 7ാമത്തെ കാര്യം, ലെറ്റ് ഫെയിലിയർ ബി എ ലോഞ്ചിങ് പാഡ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരാജയത്തോടുകൂടി എല്ലാം അവസാനിച്ചു അങ്ങനെ കരുതരുത്. കുതിക്കുവാനുള്ള ഒരു ലോഞ്ചിങ് പാഡായിട്ട്, ഇത് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഒരു സങ്കല്പിക പക്ഷിയാണ്, ഫീനിക്സ് എന്ന് പറയും. ഫീനിക്സ് എന്ന് പറഞ്ഞൊരു പക്ഷിയില്ല, പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നത് അതിനെ ആരെങ്കിലും കൊന്നാൽ, അതിനെ കത്തിച്ചു കളഞ്ഞാൽ ആ ചാരത്തിൽ നിന്നും ജീവൻ പ്രാപിക്കും എന്നാണ്. ഒരു പുലി ഒരു മുയലിന്റെ പിന്നാലെ ഓടുകയെന്ന് വിചാരിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഓടി കിട്ടിയില്ല, അത് വെട്ടിച്ചു പോയി. രണ്ടാമത് പിന്നെ ഓടി കിട്ടിയില്ല, മൂന്നാമത് ഓടി കിട്ടിയില്ല, 4, 5, 6 പ്രാവശ്യം ഓടിയിട്ടും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ പുലി നേരെ അങ്ങോട്ട് പോയി എവിടെന്നെങ്കിലും ഒരു കയറ് സംഘടിപ്പിച്ച് മരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ചാവുമോ? ഇല്ല. 6 പ്രാവശ്യം തോറ്റാൽ 7ാമത് ഇവൻ ഓടും, ഇല്ലേ? എന്നാൽ നമ്മുടെ പിള്ളേരോ, നമുക്കൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ടല്ലോ ഇവിടെ, പലരും വരുമ്പോ 2 പ്രാവശ്യം പരീക്ഷ തോറ്റു, ഉടനെ ഒരു ബ്ലേഡ് എടുത്തൊക്കെ മുറിച്ചേക്കുക. ജീവിതത്തിൽ അല്പം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. ഇല്ല, പരാജയങ്ങളെ കുതിക്കുവാനുള്ള ഒരു അവസരങ്ങളാക്കി മാറ്റുക. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഴുതയുടെ കഥ, അല്ലേ? ഒരിക്കൽ ഒരു വീട്ടിലൊരു പഴയ കഴുത ഉണ്ടായിരുന്നു. അത് വയസ്സനായി, തല്ലിക്കൊല്ലണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിന്റെ പുറകിലത്തെ പൊട്ടക്കിണറ്റിലേക്ക് ഈ കഴുത എന്നങ്ങ് വീണു. അപ്പോ യജമാനൻ പറഞ്ഞു, വീട്ടുകാരൻ പറഞ്ഞു, ഒരു വെടിക്ക് 2 പക്ഷി, ഇതിനകത്ത് മണ്ണിട്ടൊക്കെ മൂട്. അപ്പൊ കഴുതയുടെ കാര്യവും ലെവലാകും, കിണറും ലെവലാകും. അങ്ങനെ വീട്ടുകാരി ജോലിക്കാരി എന്ന് ഒരു കൊട്ട മണ്ണ് കൊട്ടി ആദ്യം താഴോട്ടിട്ടു. കഴുത എന്ത് ചെയ്തു? അതിന്റെ പുറത്തോട്ട് വന്നാൽ ഈ മണ്ണ് വീണേ. ഇതിങ്ങനെ കുറഞ്ഞു വെച്ചാൽ അതിന്റെ പുറത്തോട്ട് കയറുന്നു. അപ്പോഴാണ് 2ാമത്തെ കൊട്ട വന്ന് വീഴും, അതും കുറഞ്ഞു വെച്ചാൽ അതിന്റെ മുകളിലോട്ട് കയറുന്നു. 3, 4, 5, 6 കുറെ കൊട്ട വന്ന് വീണം കഴുത എന്ത് ചെയ്യും? കരക്കെത്തി. നമ്മളാണല്ലോ ആദ്യത്തെ കൊട്ട വന്ന് വീഴുമ്പോഴേ ഫ്ലാറ്റ്, തീർന്നു, ഇല്ലേ? ജീവിതം തീർന്നു. ഇല്ല, പരാജയങ്ങൾ ഉണ്ടാവാം, അതിനെ തളരരുത്. ഫെയിലിയേഴ്സ് ആർ നോട്ട് ബാരിക്കേഡ്സ്, ദേ ആർ ബ്രിഡ്ജസ്. ബാരിക്കേഡ്സ് ഉണ്ടല്ലോ, VIPs ഒക്കെ വരുമ്പം റോഡിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി വഴിയിൽ ഇങ്ങനെ വേലി കെട്ടും. അയ്യോ, പരാജയം ചിലർക്ക് ഈ വേലിക്കെട്ട് പോലെയാണ്, അപ്പുറത്തോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അല്ല, അത് ബ്രിഡ്ജസ് ആയിരിക്കണം, നമുക്ക് മുന്നോട്ട് പോകാൻ കുതിക്കാനുള്ള ഒരു പ്രോത്സാഹനമായി തരണം. തോമസ് അൽവാ എഡിസൺ ബൾബ് കണ്ടെത്തി. അദ്ദേഹം പറയുന്നത് 3000ാമത്തെ അറ്റംപ്റ്റിലാണ് ബൾബ് കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യം ബൾബ് ഫിലമെന്റ് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ട് വെച്ചു, അങ്ങോട്ട് കുത്തിയ പൊട്ടിപ്പോയി. 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 2999 തവണ ബൾബ് പൊട്ടിപ്പോയി. 3000ാമത്തെ അറ്റംപ്റ്റിലാണ് ബൾബ് കത്തിയത്. അപ്പോൾ പത്രക്കാർ വന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു, അയ്യോ 2999 യു ഫെയിൽഡ്, നോ? പരാജയപ്പെട്ടു അല്ലേ 2999 തവണ? അദ്ദേഹം പറഞ്ഞു, ഡോണ്ട് കോൾ ഇറ്റ് എ ഫെയില്യൂർ, കോൾ ഇറ്റ് ആൻ എഡ്യൂക്കേഷൻ. ഈ 2999 രീതിയിലല്ല ബൾബ് ഉണ്ടാക്കേണ്ടത് ഞാൻ പഠിച്ചു. മനസ്സിലായ? ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നുള്ള പഠിച്ചു. ഇറ്റ് വാസ് എ ലെസൺ ഫോർ മീ. അതെനിക്കൊരു പാഠമാണ്. പരാജയത്തെ ഒരു പാഠമാക്കി മാറ്റി. ഓക്കെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. കീപ് യുവർ സെൽഫ് അവേ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. തെറ്റായ സ്വാധീനങ്ങളിൽ നിന്നും. ഇന്ന് കോളേജുകളിൽ, സ്കൂളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഡ്രഗ്സ്, പോർണോഗ്രഫി, ലിക്വർ, മീഡിയ, ഫ്രണ്ട്സ്, ഇന്റർനെറ്റ്, ഇങ്ങനെ നിരവധി അരുതാത്ത ബന്ധങ്ങൾ, കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. സൂക്ഷിക്കണം. സങ്കീർത്തനം 4-ാം അധ്യായം, സദൃശവാക്യം 4-14 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ എഴുതുന്നവർക്ക് വേണേൽ എഴുതിയെടുക്കാം. അത് വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 1:1-2 അറിയാമല്ലോ.
ദുഷ്ടന്മാർ ആലോചന നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. ഒരാൾ ആരാണ് തീരുമാനിക്കുന്നത് അവന്റെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരെയൊക്കെ അവൻ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ആരെയൊക്കെ അവൻ തള്ളിക്കളയുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ്. തെറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്നതിൽ കൂടെയാണ് നമ്മളുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. 9ാമത്തെ കാര്യം, ഡോണ്ട് ബി അപ്സെറ്റ് അറ്റ് ക്രിറ്റിസിസം. നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, സഭയിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, എവിടെയും ആയിക്കോട്ടെ, ക്രിറ്റിസിസം ഉണ്ടാകും, വിമർശനം ഉണ്ടാകും. അത് വരുമ്പോൾ മിണ്ടായിരടാ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, ഞങ്ങളിന്നും ഇങ്ങനെ നല്ല ചെയ്ത്, നീയൊക്കെ ഇപ്പൊ ഇങ്ങനെ വന്ന് ചെയ്യുന്നതുകൊണ്ട് ക്രിറ്റിസിസം ഉണ്ടാകും. നിരാശപ്പെടരുത്. ഡെനിസ് ഹോളി എന്ന് പറയുന്ന ഒരാൾ ഒരു വാചകം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിലാണ്, ഞാൻ എന്റെ മലയാളം അദ്ദേഹം പറയാം. എന്നെ ആര് ക്രിട്ടിസൈസ് ചെയ്തിരുന്ന് പറയുന്ന ആൾ എങ്ങനെയുള്ളവരാണെന്ന് പറയാമോ? ഒരു കാട്ടുപോത്ത് എന്നെ കുത്താൻ വേണ്ടി വരികയെന്ന് വിചാരിച്ചു. ഒരു കാട്ടുപോത്ത് കുത്താൻ വേണ്ടി പാഞ്ഞു വരുമ്പോൾ ഞാൻ ആ കാട്ടുപോത്തിനോട് പറയാ, അയ്യോ ഞാൻ പച്ചക്കറി മാത്രമേ കഴിക്കത്തുള്ളൂ, എന്നെ കുത്തരുത്. വല്ല പ്രയോജനമുണ്ടോ? ഞാൻ പച്ചക്കറി കഴിക്കുന്നവനുണ്ട്, അതുകൊണ്ട് എന്നെ കുത്തരുത് എന്ന് കാട്ടുപോത്തിനോട് പറയുന്ന പോലെയാണ് ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ. മനസ്സിലായ അർത്ഥം? പച്ചക്കറി കഴിക്കുന്നു, ഇറച്ചി കഴിക്കുന്നു എന്നുള്ള കാട്ടുപോത്തിന് വിഷയമല്ല. അതുപോലെ ഞാൻ നല്ലത് ചെയ്യുന്നു, ചീത്ത ചെയ്യുന്നു എന്നുള്ളതൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് വിഷയമല്ല. ക്രിറ്റിസിസം ഉണ്ടാകും, അതിൽ നമ്മൾ നിരാശപ്പെടരുത്. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം പെട്ടെന്ന് എടുത്ത് വായിച്ചേ. 27:1 പ്ലീസ്, പെട്ടെന്ന് വായിക്കും. വേറൊരാളെ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കുക. സങ്കീർത്തനം 27:1. യഹോവ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എനിക്ക് അനുകൂലമെങ്കിൽ ഞാൻ ആരെ പേടിക്കും? വേറെ ആരാണ് എനിക്ക് പ്രതികൂലം? ദൈവത്തിന്റെ കണ്ണിൽ ഞാൻ നേരായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദൈവം എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കിയാൽ മതി. തീർച്ചയായിട്ടും മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവനായി ഞാൻ ജീവിക്കണം, പക്ഷെ മുൻഗണന ദൈവത്തിന് തന്നെ കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ മുതിർന്ന വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ നാം അംഗീകരിക്കാൻ തയ്യാറാണ്. കർത്താവിൽ അനുസരിപ്പീൻ എന്നാ പറയുന്നത്. മക്കളെ, നിങ്ങളുടെ അമ്മമാരെ കർത്താവിൽ അനുസരിപ്പീൻ. കർത്താവിനെ അനുസരിക്കുമ്പോൾ കർത്താവിൽ മറ്റുള്ളവരെ അനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. എഫേസ്യർ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ഈ ക്രിറ്റിസിസം ആരെങ്കിലും കൊണ്ടുവന്നാൽ ഓർത്തോണം, ഇതാരാ കൊണ്ടുവരുന്നത്? നെഗറ്റീവ് ക്രിറ്റിസിസം. ഞാൻ പോസിറ്റീവ് ക്രിറ്റിസിസത്തെ അല്ല പറയുന്നത്, ക്രിയേറ്റീവ് ക്രിറ്റിസിസത്തെ കുറിച്ച് അല്ല പറയുന്നത്. നെഗറ്റീവ് ക്രിറ്റിസിസം നമ്മളെ തളർത്താൻ വേണ്ടി കൊണ്ടുവരുന്നത് പിശാചാണ്, ഓർത്തോണം. ചെറിയാൻ സാർ പണ്ടൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇപ്പം ഇമെയിലും അത് നോക്കിയാൽ, പണ്ടൊക്കെ ഈ തപാലിൽ കത്തുകൾ വരുമായിരുന്നല്ലോ. ഒരു പോസ്റ്റ്മാൻ വാതിക്ക് വന്ന് ബെല്ലടിച്ചു സൈക്കിളിൽ കൊണ്ടുവന്ന് എനിക്കൊരു കത്ത് കൊണ്ടു തന്നു. ഞാൻ കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ പച്ചത്തെറിയാ എഴുതിയിരിക്കുന്നത് വിചാരിച്ചു. എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരാളെ എഴുതിയിരിക്കുക. ഉടനെ ഞാൻ ആ പോസ്റ്റ്മാനെ ഇങ്ങോട്ട് വിളിച്ച് അയക്ക് 2 ഇടി കൊടുക്കും. ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ പോസ്റ്റ്മാൻ ഈ കത്തിങ്ങോട്ട് കൊണ്ടുതരാൻ ഒരു ഉപകരണമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എഴുതിയ ഒരു കക്ഷി എവിടെയോ ഉണ്ട്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വ്യക്തികളോടല്ല. പിന്നെ അന്ധകാരത്തിൽ ലോകാധിപതി അവനാണ് ഇവരിൽ കൂടെ പ്രവർത്തിക്കുന്നത്. ആ ബോധ്യം വന്നു കഴിയുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ നമുക്ക് കാണാൻ കഴിയും. അവസാനമായി, സറണ്ടർ എവറിത്തിങ് ടു ഗോഡ്. എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് നാം ചെയ്യുക. അപ്പോൾ തന്നെ ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യുവർ ലൈഫ്, എ യുണീക് പ്ലാൻ. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്ലാൻ ഉണ്ട്. അതുല്യമായ, അസാധാരണമായ ഒരു പ്ലാനാണ് ദൈവത്തിന്റെ ആ പ്ലാൻ. ആൻഡ് ഗോഡ് നീഡ്സ് ഓൾ ഓഫ് യു. നിങ്ങളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് ആവശ്യമാണ്. ഞാനിങ്ങോട്ട് വാഹനം ഓടിച്ചു വരുമ്പോൾ ആ വാഹനത്തിന് സ്റ്റിയറിംഗ് വീലുണ്ട്. ആ സ്റ്റിയറിംഗ് വീലിന്റെ പിന്നിൽ ആരായിരിക്കുന്നത്? ഞാൻ, അല്ലെങ്കിൽ ഡ്രൈവർ ആണ് ആ വണ്ടിയുടെ പിന്നിലിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതമാകുന്ന ആ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ പിന്നിൽ ഇരിക്കുവാൻ ദൈവത്തിനെ, കർത്താവിനെ നമ്മൾ ഏർപ്പെടുത്തണം, അനുവദിക്കണം. ഒരിക്കൽ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാർ ഓടിച്ചു പോകുന്ന ചോദിച്ചോ. നിങ്ങൾ ആരെങ്കിലും കാർ ഓടിച്ചാ പോകുന്നത്. ആ ജംഗ്ഷനിലോട്ട് ചെന്ന സമയത്ത്, അല്ലെങ്കിൽ പത്തനംതിട്ട ടൗണിൽ ജംഗ്ഷൻ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നു, ഒരു സങ്കല്പമാട്ടോ, വെറുതെ ഒരു സങ്കല്പമാണ്. അവിടെ ഒരാൾ നിൽക്കുന്നു. ആരാ സൂക്ഷിച്ച് നോക്കിയപ്പോൾ യേശു കർത്താവ് നിൽക്കുന്നു. യേശു കർത്താവ് റോഡ് സൈഡിൽ വേർത്തൊലിച്ച് വിഷണ്ണനായി നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരിക്കൽ ഒരു ക്യാമ്പിന് ഈ ചോദ്യം ഞാൻ ചോദിച്ചു. അതിൽ ചിലർ പറഞ്ഞു, എന്റെ ഞങ്ങളെ സത്യം പറയാം, അവർ സത്യസന്ധരാവട്ടോ, അവർ ഞങ്ങളെ യേശു കർത്താവ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിൽക്കാതെ വിട്ടുപൊക്കളയും. കാരണം കർത്താവ് കണ്ടാൽ കുഴപ്പമുള്ള ചില സീഡിയൊക്കെ എന്റെ വണ്ടിയിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ ചില പാട്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടാണ് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ചില മാസികകളും പുസ്തകങ്ങളൊക്കെ വണ്ടിയിലിരിപ്പുണ്ട്, ചില ഫ്രണ്ട്സൊക്കെ എന്റെ കൂടെ ഇരിപ്പുണ്ട്. അവരെയൊന്നും കർത്താവ് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, ഞാൻ നിർത്താതെ വണ്ടി വിട്ടുപോളയും. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ അവിടെ ജംഗ്ഷൻ നിർത്തും,
അപ്പൊ കർത്താവെ, അയ്യോ കർത്താവിനെ എവിടെ നിൽക്കുന്നേ? കർത്താവ് പറയാം, എനിക്ക് ഓമല്ലൂർ വരെ പോകാൻ വേണ്ടിയാ. ഓ എന്റെ കർത്താവ്, എനിക്ക് മൈലപ്രായ്ക്കാ പോകണ്ടേ, ഞാൻ സോറി കേട്ടോ, ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതാ, ഞാനങ്ങ് പോകും. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, കർത്താവ് എവിടെ പോകണം? എനിക്ക് ഓമല്ലൂർ പോകണം. കർത്താവ് പറഞ്ഞു, അയ്യോ അതിനെന്താ കർത്താവ് കയറിക്കും, ഞാൻ ഓമല്ലൂർ കൊണ്ടുവിടാം. ഓമല്ലൂർ വരെ കൊണ്ടുവിട്ടു. പിന്നെ ഞാൻ മൈലപ്രായ്ക്ക് പോകും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളാണെങ്കിൽ ഇതിൽ ഏത് കാര്യമായിരിക്കും ചെയ്യുക? ആദ്യത്തെ പോലെ വണ്ടി വിട്ടുപോകുമ്പോ അതോ രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ? അത് ഏത് ചോയ്സ് ആയിരിക്കും നിങ്ങളുടേത്? ഇത് മൂന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെന്താ? അവിടെ വരെ വന്നു കഴിഞ്ഞ് നേരെ കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് പറയാ, കർത്താവ് ഇത്രയും നേരം ഞാനാണ് എന്റെ ഈ ജീവിതത്തിന്റെ വണ്ടി ഓടിച്ചത്, ഇനി നീ ഇങ്ങോട്ട് കയറ്, ഡ്രൈവർ സീറ്റിലോട്ടിരിക്കും, ഞാൻ ഇപ്പുറത്തിരുന്നോളാം. നീ റാന്നിക്കാണോ റാന്നിക്ക് ഞാനും, നീ മൈലപ്രായ്ക്കാണോ മൈലപ്രായ്ക്ക്, കുമ്പഴയ്ക്കാണോ ഓമല്ലൂക്കാണോ, നീ എങ്ങോട്ട് എന്റെ വണ്ടി ഓടിക്കുന്നോ ഞാൻ അതിന് തയ്യാർ. രക്ഷിക്കപ്പെടുമ്പോ സത്യം പറഞ്ഞാൽ ഇതാണ് നാം ചെയ്യേണ്ടത്. റോമാലേഖനം 10-9 വാക്യം എന്താ? യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റു പറയുക, യേശുവിനെ രക്ഷിതാവെന്ന് വായിക്കൊണ്ടേറ്റു പറയുക എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അതിന്റെ ആശയം അതാണെങ്കിൽ പോലും യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റു പറയുക, വിച്ച് മീൻസ് ഹാൻഡിങ് ഓവർ ദ സ്റ്റിയറിംഗ് വീൽ, ഹാൻഡിങ് ഓവർ ദ കൺട്രോൾ ടു ഗോഡ്. ദൈവത്തിന് ജീവിതത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഈ നിമിഷം വരെ ഞാൻ എന്റെ വണ്ടി ഓടിച്ചു വരികയായിരുന്നു, എന്റെ ജീവിതമാകുന്ന വാഹനം, എന്നാൽ ഞാനിതാ ഇവിടുന്ന് ഇറങ്ങുന്നു. ഇനി അങ്ങ് ഓടിക്കുക എന്റെ ജീവിതത്തെ, അങ്ങാണ് നിയന്ത്രിക്കേണ്ടത്, അങ്ങ് നിയന്ത്രിക്കുന്നിടത്തേക്ക് പോകുവാൻ ഞാൻ തയ്യാറാണ്. ഇഫ് ഗോഡ് ഈസ് ഓൾ യു ഹാവ് ഓൾ യു നീഡ്. കർത്താവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ, വിജയങ്ങൾ കൊയ്യുവാൻ കഴിഞ്ഞു, നല്ല കാര്യം. എന്നാൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാൻ 14:8 ഫിലിപ്പോസ് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പറയുന്നുണ്ട്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങൾക്ക് അത് മതി. കർത്താവിനെ കാണാൻ കഴിഞ്ഞാൽ, അറിയാൻ കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം അവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് മതി. നമ്മൾ പലപ്പോഴും വിചാരിക്കും അച്ചീവ്മെന്റ്സ് ഇതാണ് വേണ്ടത്. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. അതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒന്നാം സ്ഥാനം, പ്രാമുഖ്യം കൊടുക്കേണ്ടത് കർത്താവിനാണ്. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത്രയും സമയം ശ്രദ്ധയോടെ ഇരുന്ന എല്ലാ പ്രിയ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ, ക്രിയാത്മകമായ കാഴ്ചപ്പാടുകളോട്, ദർശനങ്ങളോടുകൂടി ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു നാം കേട്ടത്. ജീവിതത്തിന്റെ ക്രിയാത്മകമായ നിലപാടുകൾ നാം എങ്ങനെ പുലർത്തണം എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ജീവിതത്തിന്റെ വിജയത്തിന്റെ പടികൾ ചവിട്ടിക്കയറുവാൻ, ഉന്നത സോപാനങ്ങളിലേക്ക് പോകുവാൻ ഈ ക്ലാസ് മുഖാന്തരം കുഞ്ഞുങ്ങൾക്കും മാതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാം ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം കേട്ട ഈ സന്ദേശത്തിന്റെ അനുഗ്രഹത്തിനായി ബ്രദർ ജേക്കബ് ജോൺ മല്ലശ്ശേരി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം ടീ ബ്രേക്കാണ്. ചായ അവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരും അവിടെ പോയി ചായ കുടിച്ചതിന് ശേഷം വേഗം മടങ്ങി വരണം. ഉടനെ തന്നെ അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ പിതാവേ, ഈ രാവിലെ സമയം നീ ഞങ്ങൾക്ക് സമ്മാനിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനമായി ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇതിന്റെ സംഘാടകർക്ക് എല്ലാ ജ്ഞാനവും പകർന്നു കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവപുത്രനെ ഇതിൽ കൂടെയും ഉയർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ചില മിനിറ്റുകൾ അവിടുത്തെ ദാസനിൽ കൂടെ, ബ്രദർ ജോർജ് കോശിയിൽ കൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കേൾക്കുവാൻ ഇടയായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരുമ്പോൾ, അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന് നോ എന്ന് പറയാതെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടെ ഞങ്ങളത് സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ടീനേജേഴ്സിനെ അതിന് ഇടയാക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഞങ്ങൾ പോസിറ്റീവായിട്ടാണോ തിരഞ്ഞെടുക്കുന്നത്, നെഗറ്റീവായിട്ടാണോ എന്നുള്ളത്
പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി പരിപാടി കെട്ടിപ്പടുക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉന്നതമായ ശൃംഖലയിലേക്ക് അവർ പടവുകൾ കയറിപ്പോകുമ്പോൾ ഏത് നിലയിലാണ് അവരത് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് കർത്താവേ വളരെ നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ദാസൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ അവർ പൂർണ്ണമായി ഞങ്ങൾ ഓരോരുത്തരും പൂർണ്ണമായി അംഗീകരിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയാക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഫെയിലിയേഴ്സ്, പരാജയങ്ങൾ ഉണ്ട്. പക്ഷേ അതിൽ ഞങ്ങൾ തളർന്നു പോകാതെ യേശുക്രിസ്തുവിൽ പിന്നെയും ആശ്രയിച്ച് ഇതാണ് വഴിയെന്ന് പറയുന്ന കർത്താവിങ്കിലേക്ക് ചാരിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ധാരാളമായിട്ട് നീ അനുഗ്രഹിക്കണമേ. ഇനിയുള്ള ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ കർത്താവെ കുറച്ചു സമയത്ത് പിരിയുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ചായക്കായിട്ട് നമുക്ക് പിരിയാം. 10 മിനിറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഒട്ടും സമയം പാഴാക്കാതെ വേഗത്തിൽ ചായ കുടിച്ചിട്ട് മടങ്ങി വന്നിരിക്കണം എന്ന് താല്പര്യപ്പെടും. ഓക്കെ. പുസ്തകത്തിലെ